എനിക്ക് ഇത്രയധികം വോട്ട് കിട്ടാൻ പ്രധാന കാരണക്കാരൻ എന്ന നിലയിൽ നന്ദിയുണ്ട് സാറേ. ആദ്യം വിളിക്കുന്നത് KM ഷാജിയാണ്. ഡാ ആവശ്യമില്ലാത്ത പണിയൊന്നും എടുക്കരുത്, പിന്നെ നീ എന്ത് ഭാവിച്ചെന്ന് ചോദിച്ചു. എന്ത് ഷാജിക്കാം, നമുക്ക് പിണറായി വിജയൻ സഭയിൽ വേണം. കാൻഡിഡേറ്റ് എന്ന നിലയിൽ എല്ലാവർക്കും റോൾ മോഡലാക്കാൻ പറ്റുന്നവരാണ്. വലിയ ഇഷ്ടമാണ്, വലിയ സ്നേഹമാണ്, നിഷ്കളങ്കനാണ്. നീ എന്ത് കണ്ടിട്ട് പറയുന്നത്? ധർമ്മടത്തോ ഇതുവരെ നമ്മൾ ലീഡ് പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ അഭിനയ നീ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. ധർമ്മടത്ത് MLA ആയി വിജയിച്ചിരുന്നെങ്കിൽ ധർമ്മടത്തിന് വേണ്ടി ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്തായിരുന്നു? ഈ തെരഞ്ഞെടുപ്പിലെ മാൻ ഓഫ് ദി മാച്ച് ആരെന്ന ചോദ്യത്തിന് ഒറ്റ പേര് മാത്രമേ ഉള്ളൂ. അങ്ങ് ചെങ്കോട്ടയിൽ പോയി പിണറായി വിജയനെ വിറപ്പിച്ച VP അബ്ദുൾ റഷീദ്. പുതിയ ജൻസി ഭാഷയെ പറഞ്ഞ നമ്മുടെ ഓറ അങ്ങ് കൂടി. അപ്പൊ പെട്ടെന്ന് ധർമ്മടത്തേക്ക് മാറാൻ പറഞ്ഞിരുന്ന സമയത്ത് ഒരു നിരാശ തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ കൈപിടിച്ച് ധർമ്മടം ആ ഒരു വാക്കാണ് ധർമ്മടം. ഞാൻ പറഞ്ഞ അബ്ദുൾ റഷീദ് ജയിക്കുമായിരുന്നു, ഒരു MLA ആയിട്ട് ഇവിടെ വന്നിരിക്കാമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു വിഷമം തോന്നി. വിഷമിപ്പിക്കരുത്. 5-6 റൗണ്ട് അവിടുത്തെ പുലിക്കുട്ടി പിണറായി വിജയനെ പുറമോട്ട് കൊണ്ടുപോയത്. അപ്പൊ ഒരു ചെറിയൊരു ഹോപ്പ് വന്നില്ലേ? പുലിക്കുട്ടിയല്ല, പുലി. ഞാൻ പറഞ്ഞു എല്ലാവരോടും ഞാൻ ജയിക്കും. അപ്പൊ എല്ലാവരും അങ്ങനെ ആ ഒരു മനോഭാവമായിരുന്നു. അപ്പൊ 1-ാം റൗണ്ട് ലീഡ് ചെയ്തപ്പോ എനിക്കൊരു ആകാംക്ഷയായി. അപ്പോൾ നേതാക്കന്മാരൊക്കെ വിളിക്കുന്നുണ്ട്. ഞാനിങ്ങനെ വണ്ടടിച്ചു, ഇത് വിളിക്കുന്നത് ഇവര് തന്നെയാണോ നല്ല. ആരോടെങ്കിലും ചോദിച്ചിരുന്നോ ഇപ്പൊ വിളിക്കുന്ന നേരത്തെ നിങ്ങൾക്ക് മുന്നേ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഒക്കെ ഒരു പെർസ്പെക്റ്റീവിലുള്ള ഒരു ഇതാണ്, ഇടതു കോട്ടയാണ്, ഇളകാത്ത കോട്ടയാണ്. അടിത്തറ ഇളക്കി വെച്ചിട്ടുണ്ട്. ആഫ്രിക്ക മത്സരിച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ ഇന്ന് വീട്ടിലിരുന്നേനെ, ഒരു തർക്കമില്ല കാര്യത്തില്. നന്ദി കേരളമേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയിലെ KC വേണുഗോപാലിന്റെ പേര് കേൾക്കുന്നതോ? അങ്ങനെ പാർട്ടി ഗ്രാമങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി തോന്നുന്നുണ്ട്. പിണറായി പാറപ്പുറത്ത് അവരുടെ ഓഫീസിന്റെ സൈഡിലിരുന്ന ഒരു സ്ത്രീ എന്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, മോനെ ജയിക്കണം, പാർട്ടി ഇവിടെ നിലനിൽക്കണമെങ്കിൽ മോൻ ജയിക്കണം. പുതുപ്പള്ളിയും ധർമ്മടവും തമ്മിൽ വ്യത്യാസമുണ്ട്. P ശശി കൗണ്ടി ശശി എന്നോട് പറഞ്ഞു, നിങ്ങൾ നമ്മളുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെടണ്ടേ. തോറ്റ സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദ പ്രകടനം കണ്ടിട്ടുണ്ടോ? ചകരക്കല്ല് വന്ന് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ. ഞാൻ അവസാനം കാല് പിടിച്ച് പറഞ്ഞു, എന്നൊന്ന് നിരത്തി നിർത്തുമെന്ന് പറഞ്ഞു. പിണറായി വിജയൻ പോകുമ്പോൾ ഞാൻ കൈയുയർത്തി കാണിച്ചു. നിർത്തിയിരുന്നെങ്കിൽ ഞാനൊന്ന് വോട്ട് ചോദിക്കുമായിരുന്നു. ചിലപ്പോ അദ്ദേഹം തന്നെ. ഈ കിട്ടിയ അടിയെല്ലാം തടി കൊണ്ട് തടുത്ത മാത്രമുള്ള ഒരെണ്ണം തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഒരു വിഷമം വരത്തില്ലേ? അത് മോശമല്ലേ എന്ന് ജനങ്ങൾ ചോദിക്കില്ലേ? ധർമ്മടത്ത് ക്യാപ്റ്റനെ പിന്നിലാക്കിയ ഒരു യൂത്തൻ, വമ്പൻ ആരവങ്ങളില്ലാതെ, വമ്പൻ റോഡ് ഷോയുടെ അകമ്പടിയില്ലാതെ, വലിയ നേതാക്കൾ എത്താതെ, വെറും ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കി നടത്തിയ ഒറ്റയാൾ പോരാട്ടം. ഈ തെരഞ്ഞെടുപ്പിലെ മാൻ ഓഫ് ദി മാച്ച് ആരെന്ന ചോദ്യത്തിന് ഒറ്റ പേര് മാത്രമേ ഉള്ളൂ. ധർമ്മടത്ത് പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിൽ അങ്ങ് ചെങ്കോട്ടയിൽ പോയി പിണറായി വിജയനെ വിറപ്പിച്ച VP അബ്ദുൾ റഷീദ്. വെൽക്കം ടു ദ ഷോ. ഇത്രയും കിടിലൻ ഇൻട്രോ തന്നിട്ടും ഈ ഒരു ഭാവം മാത്രമാണ്. ഒന്നുമില്ല, വളരെ വിനയത്തോടു കൂടി. കാരണം അതെൻ്റെ കഴിവ് എന്ന് ഞാൻ ഈ സമയം വരെ വിശ്വസിക്കുന്നില്ല. അവിടുത്തെ ജനങ്ങളുടെ ഒരു ആഗ്രഹം, അവിടുത്തെ ജനങ്ങളുടെ മാത്രമല്ല ലോകത്തെ മുഴുവൻ മലയാളികളുടെയും ഒരു ആഗ്രഹം. പക്ഷെ എപ്പോഴും ഉള്ളൊരു സങ്കടം പൂർത്തീകരിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളത്. പക്ഷെ തോറ്റാലും ജയിച്ചാലും മീസയെ മുറുക്കുന്നാണ്, അങ്ങനെ ഒരു വിജയമാണ് കിട്ടിയത്. മീസയ്ക്കൊന്ന് മുറുക്കാം. നിങ്ങളെ ഭാഷയില് പുതിയ ജൻസി ഭാഷയിൽ പറഞ്ഞ നമ്മുടെ ഓറ അങ്ങ് കൂടി. അത് പീക്ക് ലെവലിൽ എത്തിയിട്ടുണ്ട്. കാരണം പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, എല്ലായിടത്തും ഐഡന്റിഫൈ ചെയ്യുന്നു. പക്ഷെ അതിനപ്പുറം അത് എന്നാലും ഒന്ന് ജയിക്കായിരുന്നു. ഇപ്പം അങ്ങനെയുണ്ടല്ലോ ഒരു ആഗ്രഹം. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഒരു സങ്കടം വന്നു പോയത്. എന്തായാലും ഈ ഓറയിൽ പിടിച്ചിട്ടങ്ങ് കയറണം. ഒന്നിന്റെയും അവസാനമല്ല എന്നല്ലേ? തീർച്ചയായും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഹൗ യു ഫീൽ? എങ്ങനെയുണ്ട്? ഞാൻ ഇവിടത്തേക്ക് ആയിരുന്നില്ല എൻ്റെ പ്രിപ്പറേഷൻ. 5 വർഷക്കാലം തളിപ്പറമ്പിലേക്കായിരുന്നു ഫുൾ ടൈം. ഞാൻ അവിടുത്തെ ഈ വോട്ടർ പട്ടിക, അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ ഞങ്ങളൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വോട്ടർ പട്ടികയിൽ ഇങ്ങനെ തരംതിരിക്കുകയായിരുന്നു. BJP വോട്ട്, കോൺഗ്രസ് വോട്ട്, CPM വോട്ട് എന്നൊക്കെ തരംതിരിക്കുമ്പോഴാണ് ഡയറക്ഷൻ വരുന്നത്, പണി മതിയാക്കിക്കോ, നേരെ ധർമ്മടത്തേക്ക് യാത്ര അയക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ ചെറിയൊരു സമയമായിരുന്നു. ആ ചെറിയ സമയം കൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കി ഇങ്ങനൊരു ധർമ്മടം ഇങ്ങനെ പുകയുന്നുണ്ട്, അവിടെ വല്ലാത്തൊരു പിണറായി വിരുദ്ധതയുണ്ട്, ആൻറ്റി പിണറായി ഉണ്ട് എന്നുള്ളത് നന്നായി മനസ്സിലാക്കി. പക്ഷേ സമയത്തിൻ്റെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. എങ്കിലും മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തു.
എക്സ്ട്രീം ലെവലിൽ നല്ലൊരു ടീം വർക്ക് ഉണ്ടായിരുന്നു ഇവിടുത്തെ കമ്മിറ്റി. നമുക്ക് ടീം വർക്കിലേക്കും ആന്റി പിണറായിസത്തിലേക്കും വരുന്നതിന് മുന്നേ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ്. അത് ഈ ഒരു ടൈം ഫുള്ള് ഓട്ടത്തിലും ബഹളത്തിലും ഉറക്കമില്ല എന്നൊക്കെ പല മാധ്യമങ്ങളിലും പറയുന്ന കേട്ടോ. ഈ തിരക്കൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു സമയം എങ്ങനെയുണ്ട്? മക്കളെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിരാവിലെ ആരെങ്കിലുമൊക്കെ വിളിക്കും. ഒരു ദിവസം പുലർച്ചെ 6 മണിക്ക് പിന്നെ ഇങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബന്ധുക്കളൊക്കെ എത്തിയോ? ഇല്ല, ആരെയും അറിയിച്ചിട്ടില്ല, ആദ്യം നിങ്ങളെ അറിയിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബന്ധുക്കളെയൊക്കെ അറിയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തുടങ്ങിയപ്പോൾ വൈകുന്നേരം വരെ കുറച്ച് ദിവസം നാട്ടിലുണ്ടായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞിട്ടും നാട്ടിലുണ്ടായ ദിവസങ്ങളിലെല്ലാം രാവിലെ ഇറങ്ങും, വൈകുന്നേരം വരെ മരണം, കല്യാണം, എന്തെങ്കിലുമൊക്കെ വിസിറ്റ്, അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ടൈം അവിടെ തന്നെ ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നതിന് ശേഷം എന്താ പറയുക, ഞാനൊരു 2-3 ആളെ വെച്ചു, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വെച്ചു ഫോൺ എടുക്കാൻ വേണ്ടി. അവർ പണി മതിയാക്കി പോയി, കാരണം അതുപോലെ ഫോണാണ്. പിന്നെ അതിനുശേഷം 2 ദിവസം ലീഡേഴ്സ് വിളിച്ചു, ഒന്ന് തിരുവനന്തപുരം പോയി. സത്യം പറഞ്ഞാൽ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം, കാരണം മക്കളെ കൂടെ ഒന്ന് കുറച്ച് സമയം ചെലവഴിക്കണം, വൈഫിനോട് സംസാരിക്കണം. അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരാതിയാണ്, എന്നോടൊന്നും മിണ്ടാൻ സമയമില്ല. അപ്പോൾ ഒരു യാത്ര പോകണമെന്നുണ്ട്. ഇല്ല, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് പുതുപ്പള്ളി പോയി, അതുപോലെ തന്നെ ശ്രീ കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പോയി. അത് കഴിഞ്ഞ് പാണക്കാട് സാദിഖലി തങ്ങൾ പിന്നെ രാത്രി കാത്തിർത്താൻ പാടില്ലായിരുന്നു, എങ്കിലും രാത്രി 10:30 എങ്ങാനാണ് അവിടെ കയറിപ്പോയത്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തും പുലർച്ചെ 3 മണിയായി. പിന്നെ ഈ പരിപാടിക്ക് വരേണ്ടതുകൊണ്ട് തിരിച്ച് ആദ്യം രാവിലെ എണീറ്റ് ഇവിടെ വന്നു. ഇനി ടി പി ചന്ദ്രശേഖരൻ്റെ അടുത്തൊന്ന് പോകണം, കാരണം കെ കെ രമ വലിയൊരു വൈകാരികമായൊരു കുറിപ്പ് ആ ദിവസം ഇട്ടിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ചർച്ചയായത് ആ ഒരു കുറിപ്പ് കൂടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നും രാത്രിയാവും. അപ്പം വിളിച്ചു, ഒരാളുടെ അമ്മ മരിച്ചിട്ടൊന്ന് വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ മരണ വീട്ടിലും കുറച്ച് കല്യാണം, ഇന്ന് 8 കല്യാണമുണ്ട് ഞായറാഴ്ച. എല്ലായിടത്തും കയറി പോകുന്നറിയില്ല. ഇന്നും ഏകദേശം ഒരു 12-1 മണിയാവും വീട്ടിലെത്തുമ്പോൾ എല്ലായിടത്തും ഒന്ന് കയറിപ്പോയിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ്, കാരണം ആളുകൾ വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ തോന്നില്ല, കാരണം അവർ തന്നത് ഇന്നിപ്പോൾ എൻ്റെ പേര് ആരോടെങ്കിലും പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ കൈപിടിച്ച് ധർമ്മടം ആ ഒരു വാക്കാണ്, ധർമ്മടം. ഞാൻ പറഞ്ഞ അബ്ദുൾ റഷീദ്. അപ്പോൾ പേര് പലർക്കും പെട്ടെന്ന് കിട്ടുന്നില്ല, പക്ഷെ ധർമ്മടം അങ്ങനെ ആളുകളിങ്ങനെ സ്തംഭിച്ചത്, കാരണം അതിന് മുമ്പ് കണ്ടിട്ടൊന്നുമില്ല. ആ ചാനലിൽ അന്ന് കണ്ട മുഖപരിചയമാണ് പലർക്കും. അപ്പോൾ എൻ്റെ പേരങ്ങനെ ആക്കി മാറ്റുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അബ്ദുൾ റഷീദ്. അപ്പം ആളുകൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ജനങ്ങൾ തന്ന സ്നേഹമാണ്. അപ്പോൾ പരമാവധി അവരുടെ കൂടെ നിൽക്കുക. ഞാൻ തളിപ്പറമ്പിൽ ചെയ്തത് അതാണ്. തളിപ്പറമ്പിൽ ഇതുപോലെയായിരുന്നു, അന്ന് ശ്രദ്ധിക്കായിട്ടാണ്. 43,000-ഓളം വോട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അന്ന് ഇടത് തരംഗത്തിൽ എല്ലായിടത്തും ഈ ധർമ്മടം അന്ന് 50,000 കടന്നു, ശൈല ടീച്ചർ 60,000 കടന്നു, പയ്യന്നൂരും കല്യാശ്ശേരിയും 1,00,000 കടന്നു. അതുപോലെ ശംഷീർ BJP ഇല്ലാതിരുന്നുണ്ട് തലശ്ശേരി വലിയ ഭൂരിപക്ഷം 36,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. അഴീക്കോട് അട്ടിമറി വിജയം ഉണ്ടായി LDF-ന്. കണ്ണൂരിൽ ലീഡ് കൂടി. അപ്പോഴും അന്ന് 20,000 വോട്ടിലേക്ക് കുറച്ചു, 1,00,000 വോട്ട് കുറഞ്ഞു, 1,00,000-ഓളം വോട്ട് കൂടി. അപ്പോഴും ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ നിന്നതുകൊണ്ട്. ഇങ്ങനെ സംസാരപ്രിയനാണോ? ഈ സംസാരത്തിലാണോ ജനങ്ങൾ വേണത്? ഇഷ്ടമാണ് എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കാൻ. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതുപോലെ ഇങ്ങോട്ട് പറയുന്നതിനേക്കാൾ ഇരട്ടി അങ്ങോട്ട് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്കൊരവസരം. ഈ തളിപ്പറമ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഈ TK ഗോവിന്ദൻ വിമത സ്ഥാനാർത്ഥിയായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ തളിപ്പറമ്പിൽ മത്സരിക്കേണ്ടിയിരുന്ന ഒരാളായിരുന്നു റഷീദ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു തരംഗം കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ജയിക്കുമായിരുന്നു, ഒരു MLA ആയിട്ട് ഇവിടെ വന്നിരിക്കാമായിരുന്നു ഇപ്പോൾ എന്ന് അങ്ങനെ ഒരു വിഷമം തോന്നുന്നു. വിഷമിപ്പിക്കരുത്, ഓർക്കുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയില്ല, പക്ഷെ പാർട്ടി തീരുമാനമാണ്. അല്ല, കാരണം താങ്കളുടെ പ്രവർത്തന മണ്ഡലം അന്നത്തെ ഒരു തോൽവിക്ക് ശേഷം പിന്നീട് മുഴുവൻ അവിടെയായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ധർമ്മടത്തേക്ക് മാറാൻ പറഞ്ഞിരുന്ന സമയത്ത് ഒരു നിരാശ തോന്നിയിട്ടുണ്ടായിരുന്നു? സ്പോട്ടിൽ ആകെ ഒരു സ്തംഭിച്ചു പോയിട്ടുണ്ട്. KPC പ്രസിഡന്റാണ് തീരുമാനം പറഞ്ഞത് ആദ്യം. പിന്നെ അങ്ങോട്ടൊന്നും പറയാൻ പറ്റാത്തില്ല, കാരണം തീരുമാനം അറിയിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ്, മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഫോണിലാണ് വിളിച്ചത്. പിന്നെ എനിക്ക് ഇവിടെ എല്ലാവർക്കും തന്നെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു രമേശ് ചെന്നിത്തല. പിന്നെ അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാവരെയും നല്ലോണം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ലാസ്റ്റ് പറയുന്നത്, കൺഫേം ചെയ്യുകയാണ്, പിന്നെ അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം പെട്ടെന്നുണ്ടാവും, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്താമെന്ന് പറഞ്ഞു. സ്പോട്ടിലവിടെ പെട്ടിമടക്കി വെച്ച് നേരെ ധർമ്മടത്തേക്ക് വണ്ടി. ഈ ധർമ്മടത്തെ ഒരു വിജയം എന്ന് പറയുമ്പോഴേ 5-6 റൗണ്ട് അവിടുത്തെ പുലിക്കുട്ടി പിണറായി വിജയനെ പുറമോട്ട് കൊണ്ടുപോയത്. അപ്പൊ ഒരു ചെറിയൊരു ഹോപ്പ് വന്നില്ലേ? പുലിക്കുട്ടിയല്ല, പുലി. അപ്പം പുറമോട്ട് കൊണ്ടുപോയത്, അപ്പൊ ഒരു ചെറിയൊരു വിശ്വാസം. രാവിലെ ഞാൻ പറഞ്ഞു എല്ലാവരോടും, ഞാൻ ജയിക്കും. അപ്പൊ എല്ലാവരോടും അങ്ങനെ ആ ഒരു മനോഭാവമായിരുന്നു. പത്രക്കാരോട് ഞാൻ പറഞ്ഞു, മാധ്യമപ്രവർത്തകരോടും, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ പ്രവർത്തകരോടും ഞാൻ പറഞ്ഞു, ഒന്ന്
പിന്നെ പരിഗണിക്കണം. കാരണം പിണറായി വിജയൻ ഇടയ്ക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിണറായി വിജയൻ്റെ വാർത്ത കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ബാലൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആരും അങ്ങനെ വിശ്വസിച്ചില്ല, അങ്ങനെ ധർമ്മടത്ത് ഒരു അട്ടിമറി ഉണ്ടാവുന്നു ലീഡ്. കാരണം അങ്ങനെ ഒരു അവിടുത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാം. 8 പഞ്ചായത്തും ഒക്കെ അവരുടെയാണ്. അപ്പോൾ അവരുടെ ഇടതുപക്ഷ കേന്ദ്രങ്ങളാണ്. പ്രത്യേകിച്ച് CPM പറന്നു വീണ മണ്ണാണ്. പിണറായി പാറപ്പുറമുണ്ട്, അതിനകത്ത് പെരളശ്ശേരി AKG നാട്. അപ്പോൾ ആരും വിശ്വസിച്ചില്ല. പക്ഷെ അവിടുത്തെ പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. വലിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ പ്രചരണഘട്ടത്തിൽ അത് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങനെ കൗണ്ടർ സ്റ്റേഷനിൽ പോകുമ്പം ധർമ്മടത്തെ സ്ഥാനാർത്ഥിയല്ലേ, ഞാനിങ്ങനെ പോകുമ്പോൾ പോലീസുകാരൊന്നും അങ്ങനെ വലിയ മാധ്യമപ്രവർത്തകരൊക്കെ ഇരിക്കുന്നുണ്ട്, വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ സാറേ എന്നെല്ലാം വിളിക്കുമ്പോൾ അങ്ങനെ ഒരു സാധാ നമ്മൾ അറിയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, DVSP റാങ്കിലുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ മൈൻഡ് ചെയ്യത്തല്ല, കൗണ്ടിങ് ഏജന്റുമാരൊക്കെ ഉള്ളിൽ കയറി. അപ്പോൾ ടെൻഷൻ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ 1-ാം റൗണ്ട് ലീഡ് ചെയ്തപ്പോൾ എനിക്കൊരു ആകാംക്ഷയായി. അപ്പോൾ നേതാക്കന്മാരൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ കുറച്ചൊന്ന് ഞാൻ ഒന്ന് ചിരിച്ച് ഞാൻ വേഗം പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യാണ്. ഞാൻ തിരിച്ചൊന്ന് ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഈ ആദ്യം പത്രക്കാരൊക്കെ ഇപ്പോൾ അടുത്തിങ്ങനെ ഓടിക്കൂടുമ്പോൾ എന്താ സംഭവം എന്ന് ചോദിക്കും. അപ്പം ഞാൻ അന്നേരം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചിരിച്ചൊന്ന് കൈ കാണിച്ചു. ഞാനന്നേരം 1-ാം റൗണ്ട് കഴിഞ്ഞ് തിരിച്ചിറങ്ങി. പിന്നെ ഞാൻ 4-ാം റൗണ്ടിലാണ് ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ഈ ആദ്യം മൈൻഡ് ചെയ്യാതിരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഓടി അടുത്ത് വന്നു, കൺഗ്രാജുലേഷൻ. അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ജയിക്കൂലേ, അപ്പോൾ ഇവരിതിങ്ങനെ ജയിക്കൂലേ, എന്തായാലും ജയിക്കും പറഞ്ഞു. പിന്നെ ഞാൻ എന്നിട്ട് ആദ്യം പുറത്തേക്ക് ഗേറ്റിലേക്ക് വന്ന് ഉള്ളിൽ പോയി കൗണ്ടിങ് ഏജന്റുമാരെയൊക്കെ കണ്ടു. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ വലിയ ആവേശത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് PCC ഉണ്ട്, മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം ആകെ എന്താ പറയണ്ടത്, വല്ലാതെ പരിഭ്രാന്തിയുള്ള അവസ്ഥയിലൊക്കെ ഉണ്ട്. കാരണം 4-ാം റൗണ്ടും ലീഡ് കയറി. പിന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് പിന്നെ 6-ാം റൗണ്ടിലാണ്, 5-ാം റൗണ്ട് കഴിഞ്ഞപ്പോഴാണ് ഉള്ളിൽ കയറിയത്. ഉള്ളിൽ കയറിയപ്പോൾ ആ ലീഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇതോടുകൂടി കാരണം ആ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ളത് 6-ാം റൗണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അതിനുശേഷം എണ്ണുണ്ട്, നമുക്കൊരു ധാരണയുണ്ടല്ലോ മണ്ഡലത്തെക്കുറിച്ച്. ഞാൻ പ്രത്യേകിച്ച് ഞാനവിടെ പഠിച്ച ഒരാളാണ്. ആദ്യം തന്നെ പിണറായി വിജയനെക്കാളും ലീഡ് വന്ന സമയത്ത് ആദ്യം വിളിച്ച് അഭിനന്ദനം അറിയിച്ച അല്ലെങ്കിൽ സംസാരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ആരായിരുന്നു? ആദ്യം വിളിക്കുന്നത് KM ഷാജിയാണ്. ആവശ്യമില്ലാത്ത പണിയൊന്നും എടുക്കരുത്, പിന്നെ നീ എന്ത് ഭാവിച്ചെന്ന് ചോദിച്ചു. എന്താ ഷാജിക്ക, എടാ നമുക്ക് പിണറായി വിജയൻ സഭയിൽ വേണം എന്ന് പറഞ്ഞിട്ട് ഷാജിക്ക് ആവശ്യമില്ല, അടിപൊളിയായി എന്ന് പറഞ്ഞു. പിന്നെ തൊട്ട് പുറകേണ്ട ഞാൻ നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വിളി വരുന്നുണ്ട്. അതേ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നോക്കുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തല ഫോൺ വരുന്നുണ്ട്. 2-ാം റൗണ്ട് കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട KC വേണുഗോപാല് വിളിച്ചത്. നേതാക്കന്മാരൊക്കെ വിളിച്ചത്. ഞാനിങ്ങനെ കാറിലിരുന്നിട്ട് ഞാനിങ്ങനെ ഡിസ്പ്ലേ നോക്കുമ്പോൾ കാരണം എല്ലാവരും ഫോൺ ഞാനിങ്ങനെ വണ്ടടിച്ച് ഇത് വിളിക്കുന്നത് ഇവർ തന്നെയാണോ നല്ല. ആരോടെങ്കിലും ചോദിച്ചിരുന്നോ ഇപ്പൊ വിളിക്കുന്ന നേരത്തെ നിങ്ങൾക്ക് മുന്നേ ഒന്ന് വിളിച്ചില്ല? പക്ഷെ ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവരൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ അങ്ങനെ അത് വിളിച്ച് സംസാരിക്കണമെങ്കിൽ അത് വലിയ സന്തോഷം തോന്നി. പിന്നെ എന്താ പറയുക, ആ സമയത്ത് എന്തോ ഒരു മാനസികാവസ്ഥയിലായിരുന്നു, ഒന്നും പറയാൻ പറ്റാതെ. കാരണം ധർമ്മടായിരുന്നു. ഞാനിങ്ങനെ ലൈവ് കാണുന്നുണ്ട്, KPC ഓഫീസിലൊക്കെ ധർമ്മടത്തിന്റെ പേരിലായിരുന്നു ഇങ്ങനെ ആർപ്പ് വിളികളൊക്കെ. ഈ പ്രചാരണ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഷാഫിക്ക് പിരിയേറ്റ് വിട്ടതാണ്, അവരെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അത് പിണറായിയുടെ മണ്ഡലമാണ് എന്നൊക്കെ. അപ്പോഴും ഒരു ഫുൾ കോൺഫിഡൻസിൽ നിന്നിട്ട് നിങ്ങൾ നോക്കിക്കോ ഇപ്രാവശ്യം ഇതായിരിക്കും ഫലമെന്ന്, ആ ഒരു കോൺഫിഡൻസിന് പിന്നിൽ എന്തായിരുന്നു? അത് പിന്നെ എൻ്റെ സംഘടനാ പ്രവർത്തനം തന്നൊരു ആത്മവിശ്വാസമാണ്. ഞാൻ പിന്നെ തളിപ്പറമ്പിൽ നിൽക്കുമ്പോൾ ഇതുപോലെയായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലേ 55 വർഷമായിട്ട് UDF ജയിക്കാത്തൊരു മണ്ഡലമായിരുന്നു. അപ്പോൾ അവിടെയും ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം അത് സ്ഥാനാർത്ഥിയാണ് ഒരു ആത്മവിശ്വാസം കൊടുക്കേണ്ടത്. സ്ഥാനാർത്ഥിയിൽ നിന്ന് നേതാക്കന്മാരിലേക്ക്, നേതാക്കന്മാരിൽ നിന്ന് പ്രവർത്തകർ അത് ഇതൊരുമിച്ച് ഈ നെറ്റ്വർക്ക് ജനങ്ങളിലേക്ക്. നമ്മൾ ആത്മവിശ്വാസം തോക്കുന്ന സ്ഥാനാർത്ഥിക്ക് ആരും വോട്ട് കൊടുക്കില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കൊടുക്കുമോ? നമ്മളാരും കൊടുക്കില്ലല്ലോ. അപ്പോൾ ജയിക്കും എന്ന ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞാൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അത് ആളുകൾ ആദ്യം നോക്കുക സ്ഥാനാർത്ഥിയെ തന്നെയാണ്. അതൊരു വലിയ ഘടകമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആത്മവിശ്വാസം കൊടുത്തുകൊണ്ടേയിരുന്നു. ആ ആത്മവിശ്വാസം കൊടുക്കുമ്പോൾ നല്ലൊരു ടീം വർക്കും, ഇത് രണ്ടാണ് വലിയ ഘടകമാണ്. സ്ഥാനാർത്ഥിയും വലിയ ഘടകമാണ്, നല്ലൊരു ടീം വർക്കും വലിയൊരു ഘടകമാണ്, സാഹചര്യവും ഇതൊക്കെ ഒരുമിച്ചാണ്. അപ്പം ഇലക്ഷൻ വർക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയായിരുന്നു. കാരണം തളിപ്പറമ്പിൽ മത്സരിക്കണം. കാരണം ശ്രീ K. സുധാകരൻ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കാണുമ്പോൾ തളിപ്പറമ്പില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹം പല യോഗങ്ങളിലും പരസ്യമായിട്ട് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയാണ്, നീ തളിപ്പറമ്പ് നോക്കണം, നീ വേർഡ് കറങ്ങരുത്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ തളിപ്പറമ്പിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച ഒരു സാധനം ധർമ്മടത്ത് ഉപയോഗിച്ചു എന്ന് മാത്രമേ. സുധാകരൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പിണറായിയുടെ ഒരു 5-6 റൗണ്ട് പിന്നോക്കം പോയപ്പം K. സുധാകരൻ വിളിച്ചായിരുന്നോ
എന്താണ് പറഞ്ഞത്? സുധാരൻ എല്ലാവരും വിളിച്ചു, നേതാക്കന്മാർ. ഞാൻ ആദ്യഘട്ടത്തിൽ വിളിച്ചത്, പിന്നെ സാദിഖലി തങ്ങൾ, മുനവറിൽ തങ്ങളാണ് പിന്നെ വിളിച്ചത്. മുനവറിൽ തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, അന്നേരം തന്നെ സാദിഖലി തങ്ങൾക്ക് ഫോൺ കൊടുത്തു, അബ്ബാസിലി തങ്ങൾക്ക് ഫോൺ കൊടുത്തു. എല്ലാവരും വലിയ ആവേശത്തിലാണ്, നന്നായി മോനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഗംഭീരമാക്കി നിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു. ഞാൻ തങ്ങളോട് അന്നേരം പറഞ്ഞു, നിങ്ങളെ നിൽക്കുമെന്നറിയില്ല, ലാസ്റ്റ് തൊട്ട് പെർലശ്ശേരിയും പിണറായിയാണ്, പ്രശ്നമില്ല, നീ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, അവിടെ നല്ല വർക്ക് നടന്നു എന്നുള്ള ഫീലിംഗാണ്, ഞങ്ങളൊക്കെ വേറെ ഒന്നും നോക്കുന്നില്ല, ധർമ്മട നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സുധാരൻ വിളിച്ചു. ഇപ്പൊ UDF ഭരണത്തിൽ വരാൻ പോവാണ്, മന്ത്രിസഭ രൂപീകരിക്കുന്നു, ഒരു നല്ല സ്ഥാനം തന്നെ അബ്ദുൾ റഷീദിന് ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നല്ല രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെടും തോന്നുന്നുണ്ടോ? അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ സ്ഥാനാർത്ഥിത്വവും ഞാൻ പറഞ്ഞു, പിന്നെ സ്ഥാനാർത്ഥിത്വം അവകാശമല്ല, ഒരാളുടെ അവകാശം. എനിക്കിങ്ങനെ ചോദിച്ച്, അതുകൊണ്ടാണ് തളിപ്പറമ്പിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ റെഡി. അതൊരു ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ വോട്ട് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഔദാര്യമാണ്. ആ ഔദാര്യം വാങ്ങുമ്പോൾ, ഞാൻ അങ്ങനെ എല്ലാവരോടും പറഞ്ഞത്, ഔദാര്യം വാങ്ങുമ്പോൾ നമ്മളെപ്പോഴും അവരോട് കടപ്പെട്ടിരിക്കണം, അത് ജീവിതകാലം മുഴുവൻ, ജയിച്ചാലും തോറ്റാലും. ഞാൻ അതുകൊണ്ടാണ് ഈ തളിപ്പറമ്പിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത്. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഒരു ദിവസം പോലും മറ്റൊന്നിനും പോകാതെ ധർമ്മടത്ത് പരമാവധി സമയം ചെലവഴിച്ചത്. രാവിലെ തൊട്ട് ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടും പാതിരാത്രി വരെ ഉള്ള സമയങ്ങളിൽ ധർമ്മടത്തെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നത്, ആ ഔദാര്യം പറ്റിയാൽ അതൊരു കരാറാണ് നമ്മളും വോട്ടറും തമ്മിൽ. ജീവിതകാലം മുഴുവൻ ഭരണഘടനാപരമായ അവരുടെ എല്ലാ താല്പര്യങ്ങളും, നിയമപരമായ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ നമ്മളൊരു കരാറിൽ ഏർപ്പെടുകയാണ്, ആ ചിന്തയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി എന്ത് ഉത്തരവാദിത്വം തന്നാലും, അത് സംഘടനാപരമായിട്ടാവട്ടെ, ഞാൻ ബാലവേദിയിലും KSUവിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ട പദവികളൊക്കെ വഹിച്ചു, KPC മെമ്പറാണ്. ഞാനിപ്പം ചിന്തിക്കുന്നത്, എനിക്ക് കിട്ടാവുന്നതെല്ലാം കിട്ടി. എൻ്റെ ജീവിതകാലത്ത് മുഴുവൻ ഞാൻ പാർട്ടി പ്രവർത്തനം ചെയ്താലും എന്താ പറയണ്ടത്, എനിക്ക് തീർത്താൽ തീരാത്തൊരു കടപ്പാട് ഈ കാലത്തിൻ്റെ ഉള്ളിൽ എനിക്ക് 2 തവണ ചെറിയ പ്രായത്തിലാണ്, KSU പ്രായത്തിലും യൂത്ത് കോൺഗ്രസ് പ്രായത്തിലും, ഒന്ന് ഗോവിന്ദ മാഷിക്കെതിരെ, ഒന്ന് പിണറായി വിജയനെതിരെ, 2 വലിയ നേതാക്കന്മാർക്കെതിരെ പാർട്ടി ഉത്തരവാദിത്വം പറഞ്ഞാൽ ഏറ്റവും വലിയവരെ നേരിടേണ്ടത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിരിക്കുമല്ലോ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ ഉത്തരവാദിത്വം തന്നു, പദവികൾ തന്നു. അപ്പോൾ ഇനിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും എൻ്റെ ജീവിതാന്ത്യം വരെ ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ഒരു സജീവമായി എന്താണോ ചെയ്യാൻ പറയുന്നത് അത് ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു മാനസികാവസ്ഥയിലാണ്. അതേപോലെ തന്നെ ധർമ്മടം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു പെർസ്പെക്റ്റീവിലുള്ള ഒരു ഇതാണ്, ഇടതു കോട്ടയാണ്, ഇളകാത്ത കോട്ടയാണ്. അവിടെ ഇളക്കം സംഭവിച്ചു, ആര് വന്നാലും ഇനി വിജയിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ ആയിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റിനെതിരെ ആര് നിന്നാലും അവിടെ വിജയിക്കാം എന്നൊരു ഇത് മാറിയിട്ടുണ്ട്. CPM കോട്ടയിൽ നിന്നൊരു ചെറിയൊരു ചലനം സംഭവിച്ചിട്ടുണ്ട്. അത് തങ്ങളിലൂടെയാണ് പറ്റിയിരിക്കുന്നത്. അടിത്തറ ഇളക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് പൊളിച്ച് അടുക്കണം. അപ്പോൾ ഈ ലീഡ് പിടിച്ച പഞ്ചായത്തുകൾ ശ്രദ്ധിച്ചാൽ മതി. UDF ഒരിക്കലും ഭരിക്കാത്ത പഞ്ചായത്തുകളാണ്. UDF ഒരിക്കലും, അങ്ങനെ മുൻകാലങ്ങളിൽ UDF സ്വാധീനമൊന്നോ അങ്ങനെയൊന്നും പറയാമെങ്കിൽ, UDF ഒരിക്കലും ചെമ്പലോട് പഞ്ചായത്ത് ഭരിച്ചിട്ടില്ല. UDF ഒരിക്കലും കോൺഗ്രസോ അഞ്ചരക്കണ്ടി പഞ്ചായത്ത് ഭരിച്ചിട്ടില്ല. ഇതിൽ കടമ്പൂർ ഒഴികെ ഒരു പഞ്ചായത്തിലും UDF അധികാരത്തിൽ, മുഴപ്പിലങ്ങാട് മുമ്പ് ഉണ്ടായിരുന്നു എത്രയോ വർഷം. ഇപ്പം പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. പ്രതിപക്ഷത്ത് പോലും സജീവമല്ല, പ്രതിപക്ഷത്ത് SDP ആണ്. ഈ സംസ്ഥാനത്ത് മുഴുവൻ SDP-യുമായി CPM ഒരു രഹസ്യധാരണ ഉണ്ടാക്കാൻ അവർക്ക് എന്താ പറയുക, അതിൻ്റെ അടിസ്ഥാന കാരണം ധർമ്മടത്തെ SDP-ൻ്റെ ഒരു ശക്തിയാണ്. അവിടെ കടമ്പൂർ പഞ്ചായത്തിലും ധർമ്മടം പഞ്ചായത്തിലും അറൗണ്ട് അവർക്ക് വലിയൊരു വോട്ടുണ്ട്. പക്ഷേ ഈ പിണറായി വിജയൻ വിജയിച്ച വോട്ട് യഥാർത്ഥത്തിൽ അത് പിണറായി വിജയൻ ഏറ്റവും ആദ്യം നന്ദി പറഞ്ഞു. ഇതുവരെ നന്ദി പറഞ്ഞിട്ടില്ല, പുറത്തിറങ്ങിയിട്ടില്ല. ഇന്ന് എന്തോ ചോദിച്ചപ്പോഴും പാർട്ടി സെക്രട്ടറി പറഞ്ഞത് നന്ദി പറയുന്നുണ്ടെങ്കിൽ അത് SDP-യോടാണ് പിണറായി വിജയൻ നന്ദി പറയേണ്ടത്. പിണറായി വിജയൻ്റെ വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കുന്നത് SDP-ക്കാണ്. കാരണം തീരദേശത്തെ അവരുടെ വോട്ടും അവരുടെ ശക്തിയും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോഴും ഒരു നല്ല ജനാധിപത്യ പോരാട്ടം നടന്നാൽ, സമയം കിട്ടിയിരുന്നെങ്കിൽ, കാരണം ഒരു 13-14 ദിവസം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഞാൻ അവിടുത്തെ പുതുമുഖമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 വർഷം സെറ്റിട്ട് പ്രവർത്തിച്ച ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് മാറിയതാണ്. അപ്പോൾ നല്ലൊരു വർക്കും, അതുപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാരുടെ സജീവമായ ഇടപെടലും, അതുപോലെ ഒന്ന് എന്താ പറയുക, പ്രചരണ രംഗത്ത് കാടിളക്കിയ ഒരു പ്രചരണം നടന്ന് നല്ലൊരു മുന്നേറ്റം നടന്നാൽ ധർമ്മടവും അടുത്ത തവണ ജയിക്കും. ഇപ്പൊ തളിപ്പറമ്പ് അങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ. അങ്ങനെ ഒരു നിരാശ ഉണ്ടായിരുന്നു അബ്ദുൾ റഷീദ്? അങ്ങനെയല്ല, നിരാശ എല്ലാവരും വിളിച്ചിരുന്നു. ഒരുപാട് കരഞ്ഞവരുണ്ട്, ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കര പ്രയാസപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ എവിടെയും പോകുന്നില്ലല്ലോ, ഞാൻ ആ സ്പോട്ടിൽ അവിടെ നിന്ന് മാറി. അവരാളുകളൊക്കെ കുറേ ആളുകൾ വീട്ടിൽ വന്നു. ഞാൻ ആ സമയത്ത് പ്രചരണത്തിലായിരുന്നു. ഞാൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾ പണിയെടുക്കുക, പ്രചരണത്തിൽ തളിപ്പറമ്പിൽ ഗോവിന്ദ മാഷക്ക് വേണ്ടി നിങ്ങൾ പണിയെടുക്കുക. ഞാൻ അന്നേരം തന്നെ വീഡിയോ ചെയ്തു. എൻ്റെ എല്ലാ പിന്തുണയും ഗോവിന്ദ മാഷക്കുണ്ട്, നിങ്ങളെല്ലാവരും സജീവമായി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു. ഒരുപാട് പ്രവർത്തകർ വളരെ വിളിച്ച് സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അതൊന്നും വേണ്ട, അതൊക്കെ അങ്ങനെ ചെയ്താൽ അത് ഇലക്ഷൻ ബാധിക്കും. ഈ ധർമ്മടത്തെ കുറച്ചുകൂടെ നേതാക്കൾ വന്നൊരു കാടിളക്കിയുള്ള പ്രചരണവും ഇപ്പൊ ഷാഫി പറമ്പിലടക്കം വന്നില്ല അതിലൊരു പരാതിയൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു പ്രചരണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇഷ്ടം കൊണ്ടല്ല, വളരെ വൈകാരികമായിട്ടാണ് നിങ്ങളിത് സങ്കടം ഉണ്ടായിരുന്നു. സങ്കടം ഇല്ലാന്നൊന്നും പറയുന്നില്ല. കാരണം ഞാനതാ പറഞ്ഞത്, സമയത്തിൻ്റെ ഒരു പ്രശ്നമാണ്.
പരിപാടി നേതാക്കന്മാരുടെയൊക്കെ പരിപാടി ഇട്ടിരുന്നു. പക്ഷെ അവർക്കൊക്കെ എല്ലാവരും മത്സരിക്കുകയാണല്ലോ. പിന്നെ രാജ്യം മുഴുവൻ ഇലക്ഷൻ നടക്കുകയാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആഗ്രഹം ഉണ്ടാവും, ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അതിനേക്കാളേറെ സ്വപ്നങ്ങളുണ്ടാവും. നമുക്കറിയാമല്ലോ, നേതാക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ കാര്യം. ഇപ്പം നേതാക്കന്മാർ, ഈ മുഖ്യധാരകളിലെ നേതാക്കന്മാർ ചെറിയ കാര്യമല്ല. അവർ വന്നാൽ അവരുടെ ഒരു പ്രസംഗം, അവരുടെ ഒരു പ്രസൻസ്, അവരുണ്ടാക്കുന്ന ഒരു ആവേശം ചെറിയ കാര്യമല്ല. അപ്പോൾ പിന്നെ ഷഫീഖിൻ്റെ ഡേറ്റ് അതേ സമയം തന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പറ്റിപ്പോയതാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ സ്വന്തം കോൺസ്റ്റിറ്റ്യൻസി ഈ വടകര അസംബ്ലിയോട്, പാർലമെൻറ്റിനോട് ചേർന്നിട്ടാണ്, പ്രത്യേകിച്ച് നാദാപുരത്തിനോട് ഇപ്പുറം തൊട്ടിപ്പുറമാണ് തലശ്ശേരിയും കൂത്തുപറമ്പും ധർമ്മടം ഉള്ളത്. അപ്പോൾ അതേ സമയം ഇവിടെയൊക്കെ പരിപാടി ഇട്ടു. അപ്പോൾ അദ്ദേഹത്തിന് ജയിപ്പിച്ച വോട്ടർമാരുടെ അടുത്തേക്ക് പോകണമല്ലോ. അദ്ദേഹം എന്നിട്ട് തലശ്ശേരിയിൽ നിന്ന് വരാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും നാദാപുരത്ത് പരിപാടി തുടങ്ങിയിട്ട് അവിടുത്തെ ആളുകൾ വല്ലാതെ പിന്നെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പം അദ്ദേഹത്തെ വോട്ട് ചെയ്ത കോൺസ്റ്റിറ്റ്യൻസിയിൽ ആദ്യം പോകണമല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഷാഫി പറമ്പിൽ പക്ഷെ ഒരുവിധപ്പെട്ട എല്ലായിടത്തും എത്തിയും തോന്നുന്നു. ഞങ്ങൾ പറഞ്ഞ് ഇന്നലെ കെട്ടിപ്പിടിച്ച് സംസാരിച്ച് അദ്ദേഹം ഞാനത് തീർത്തിട്ടുണ്ട്. ഇനി അതിൽ പിടിക്കാം. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവാണ്. ഞാൻ വളരെ കേശക്കാലത്ത് ഞാൻ പ്രസിഡന്റ് എന്ന് ആത്മാർത്ഥമായിട്ട് അങ്ങനെ നമ്മൾ വിളിക്കലുണ്ട്, പ്രസിഡന്റ് എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. അപ്പോൾ എന്നോട് വീട്ടിലും എൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നെ കുടുംബമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ വൈഫൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ അത് എൻ്റെ കുടുംബമായിട്ടും വീട്ടിലൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെ വളരെ അടുത്ത ആത്മബന്ധമുള്ള ഒരു ഏട്ടനനിയനും പോലെ കാണുന്നൊരു കാര്യമാണ്. ഞാനൊരു ദിവസം ഒരു സമരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഉപ്പാക്ക് സുഖമില്ലാത്തപ്പം ഞാൻ എങ്ങനെ ട്രെയിൻ ഇങ്ങനെ തപ്പി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുള്ളി അപ്പുറം ഉണ്ട്, നേരെ MLOSലാണ്. അപ്പം നോക്കുമ്പോൾ ഒരു മെസ്സേജ്, ഞാൻ പെട്ടെന്ന് തുറന്ന് നോക്കുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റാണ്, നീ പെട്ടെന്ന് പോകണം. അപ്പം പുള്ളി എന്നോട് പറയാതെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു, ട്രിവാൻഡ്രത്ത് കണ്ണൂരേക്ക്. ഞാൻ ഉപ്പാക്ക് സുഖമില്ലാതെ പെട്ടെന്ന് ആശുപത്രിയിൽ പോകേണ്ട വന്നു. അത് പറഞ്ഞപ്പോൾ സമരം കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഒരുമിച്ച് അങ്ങനെ അടുത്ത് വളരെ സ്നേഹമുള്ള ബന്ധമുള്ള ഒരാളാണ്. എല്ലാ കാര്യത്തിനും വിളിച്ച് ഉപദേശിക്കും. അതല്ലെന്നേ, പിണറായി വിജയനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാര് പിണറായി വിജയന്റെ മണ്ഡലത്തിൽ ഒരു വരാത്തത് അല്ല ഇതേ പാർട്ടി നേതാക്കന്മാരാണല്ലോ എന്നെ അയച്ചത്. അപ്പം ഷാഫി പറമ്പിൽ ഇടയ്ക്കൊരു വലിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ ധർമ്മടത്ത് മത്സരിച്ചിരുന്നുവെങ്കിൽ പിണറായി വിജയൻ ഉറപ്പായിട്ടും ഷാഫിക്ക് മത്സരിച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ ഇന്ന് വീട്ടിലിരുന്നേനെ, ഒരു തർക്കമില്ല കാര്യത്തില്. അത് നേട്ടമായിരുന്നു. തീർച്ചയായും. പക്ഷെ അങ്ങനെ പറ്റില്ല. കാരണം പാർലമെന്റ് മെമ്പർമാർ ആരും മത്സരിക്കേണ്ട എന്ന് പാർട്ടി തീരുമാനമെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആഗ്രഹിക്കാനും പാടില്ല. നമ്മൾ പാർട്ടി പ്രവർത്തനമല്ലേ, അങ്ങനെ പറയാനും പാടില്ല. എന്തായാലും ഒരു അഭിമാനകരമായ പോരാട്ടം. കെ രമ പറഞ്ഞ പോലെ നന്ദി കേരളമേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയിലെ KC വേണുഗോപാലിന്റെ പേര് കേൾക്കുന്നതോ? അങ്ങനെ പാർലമെന്ററി അതെന്താ, ഒരു കോൺഗ്രസ് പ്രവർത്തകന് കമന്റ്സ് ഒന്നും പാടില്ല എന്നുണ്ടോ? ഇല്ല, പാർട്ടി പരസ്യ പ്രസ്ഥാനം. ഒരു കണ്ണൂരുകാരൻ എന്ന നിലക്ക് KC മുഖ്യമന്ത്രി എല്ലാവരോടും ഇഷ്ടമാണ്. എൻ്റെ കല്യാണത്തിന് ഡൽഹിയിൽ നിന്ന് പിന്നെ കല്യാണത്തിനായിട്ട് വന്ന ഒരാളാണ് ബഹുമാന്യ ശ്രീ KC വേണുഗോപാൽ. എൻ്റെ കല്യാണത്തിന് തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി സാറോടൊപ്പം കല്യാണത്തിനായിട്ട് വന്ന ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. പറവൂരിൽ MLA ആയിരിക്കുന്ന കാലത്ത് എൻ്റെ കല്യാണത്തിന് വേണ്ടി മാത്രം 12 മണിക്ക് വന്ന് തിരിച്ച് 2 മണിക്ക് പോയ ഒരാളാണ് VD സതീശൻ. ഞാനത് പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായി ഈ 3 പേരും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരാണ്. ഞാൻ ഒരു പക്ഷെ ഒരു പൊതുവേദിയിൽ ഞാൻ എന്താ പറയണ്ടേ ജനപ്രതിനിധിയാകും, അതിനപ്പുറം മന്ത്രി വരെ ആവാൻ സാധ്യതയുണ്ടെന്ന് കണ്ണൂരിൽ ആദ്യം പറഞ്ഞ ഒരാളാണ്. എൻ്റെ കല്യാണത്തിൻ്റെ സ്റ്റേജിലാണ് ശ്രീ സണ്ണി ജോസഫ്. ഇവർ 4 പേരും കൂടിയല്ലേ എന്നെ പിന്നെ മത്സരിപ്പിക്കാൻ അയക്കുന്നത്. അപ്പം ഇതിൽ എന്താ പറയുക, പാർട്ടി ഏത് തീരുമാനം എടുത്താലും സ്വാഭാവികമായിട്ടും ഇഷ്ടമാണ്. കാരണം ആരും എന്താ പറയണ്ടേ മുഖ്യമന്ത്രി ആയാലും അത് ഏറ്റവും നല്ല തീരുമാനം പാർട്ടി എടുക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് അക്കാര്യത്തിലൊരു അഭിപ്രായം അതൊരു സൈഡിൽ നിൽക്കുമ്പോൾ ഇപ്പൊ ഈ നടക്കുന്ന തിരുവനന്തപുരം തൊട്ട് ഇങ്ങോട്ട് നടക്കുന്ന ഒരു ഫ്ലെക്സി യുദ്ധങ്ങളും ചേരിതിരിവും എല്ലാം ഈ UDFന്റെ വിജയത്തിന്റെ ഒരു ശോഭ കെടുത്തേന്ന് തോന്നുന്നില്ലേ? വിഷമമുണ്ട്. ഞാൻ പിന്നെ സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് പ്രയാസമുണ്ട്. ഞാനൊരു 6 തവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ ജയിലിൽ കിടന്ന പ്രവർത്തകരുടെ മാനസികാവസ്ഥ, ഞാൻ രാജ്യത്ത് ജയിലിൽ കിടന്ന് പോകുന്ന സമയത്ത് പുറത്തുനിന്ന് ഉമ്മനെ ലാസ്റ്റ് വിളിക്കുമ്പോൾ ഉമ്മ വല്ലാതെ പൊട്ടിക്കരഞ്ഞു. എൻ്റെ ആദ്യത്തെ ജയിൽവാസത്തിൽ 4 തവണ കണ്ണൂരിലും 2 തവണ തിരുവനന്തപുരത്തും കിടന്നു. സമരങ്ങളുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ എത്രയോ പേരുണ്ട്, ഒരാൾ മാത്രമല്ല. അതുപോലെ തന്നെ കേസിൽപ്പെട്ടു. ഞാൻ ഒരുപാട് കേസിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് സമരത്തിൻ്റെ. എത്രയോ കേസിൽപ്പെട്ടവർ, ഈ സർക്കാരിൻ്റെ ദുരിതത്തിന് ഇരയായവർ, കൈമുറിച്ച് ഒരു പിന്നെ കൃത്രിമ കൈവെക്കേണ്ടി വന്ന ഒരു മോൾ ഉൾപ്പെടെ ഈ സർക്കാരിൻ്റെ ക്രൂരതക്കിരയായവർ. അപ്പോൾ അവരൊക്കെ ആഗ്രഹിച്ചിങ്ങനെ നിൽക്കുകയാണോ, ആ ഇരുണ്ട കാലം മാറി, ഒരു പുതിയ പറയൂ വന്നു. അപ്പോൾ അങ്ങനെ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന സമയത്ത് കാരണം വോട്ടിന്റെ വില അറിയണമെങ്കിൽ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പറഞ്ഞു, എനിക്ക് വോട്ട് ചെയ്ത ചോദ്യത്തിലേക്ക് വന്നില്ല. അപ്പൊ എന്താ ചോദിച്ചത്? ഫ്ലെക്സ് ആണ്. അപ്പോ അത് ഇന്നലെ പറഞ്ഞു, ഇന്നലെ എല്ലാവരും ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അത് സത്യം പറഞ്ഞ വിഷമമുണ്ട്. അതൊന്നും ഒരിക്കലും ഒരു പാർട്ടി പ്രവർത്തകനൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ പ്രയാസമുണ്ട്. അതൊക്കെ കണ്ട് മറ്റാരെക്കാളും പ്രയാസപ്പെട്ട ഒരാളാണ് ഞാൻ.
ഈ കീറി അപ്പൊ അത് വലിച്ചെറിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ അതിനകത്ത് ജനാധിപത്യ സൗന്ദര്യമാണെന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ പേരിട്ട് വിളിച്ച് ചെറുതാക്കേണ്ട കാര്യമല്ല. അതൊന്നും ഒരിക്കലും നടപ്പിലാകാൻ പാടില്ല എന്നുള്ള വിശ്വസിക്കുക. കാരണം ഇതിനു വേണ്ടി കൊല്ലപ്പെട്ട ആളുകളുണ്ട്. ഈ വോട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് വേണ്ടി ചെമ്പിലോട് പഞ്ചായത്തിലെ കക്കോത്ത് ബൂത്തിൽ വോട്ട് ചെയ്യാൻ നിറ വയറുമായിട്ട് രാവിലെ 6 മണിക്ക് പ്രസവ വേദന വന്നു. ഒരു പെൺകുട്ടിയാണ്. ഞാൻ വീട്ടിൽ പോയി കണ്ട കുട്ടിയെ. പ്രസവ വേദന വന്നിട്ട് വല്ലാതെ വേദന എടുത്തു. കാരണം ലോകത്തെ ഏറ്റവും വലിയ വേദനയാണ് അല്ലേ, എത്രയോ ഡിസ്ബിൾ അതിൻ്റെ കണക്കുണ്ട്, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഒരു പക്ഷേ പ്രസവ വേദന ഓർത്തെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും ഭർത്താവിൻ്റെ 7 അയലത്തെ ഒരു പെണ്ണ് നിൽക്കില്ല എന്നാണ് പറയുന്നത്. കാരണം അത്രയും വലിയ വേദനയാണ്. അപ്പോൾ ഈ 6 മണിക്ക് പ്രസവ വേദന വന്ന് വല്ലാത്ത വേദനയിൽ ആശുപത്രിയിലേക്ക് പോകാൻ വാഹനത്തിൽ കയറിയപ്പോൾ ഈ കുട്ടിയുടെ പിതാവ് ചോദിച്ചു, മോളെ നമുക്ക് UDF ഒരു വോട്ട് നഷ്ടപ്പെടും, നമുക്ക് വോട്ട് ചെയ്തിട്ട് പോയിക്കൂടെ എന്ന് പറഞ്ഞു. വേദനയോടുകൂടി കുട്ടി കാറെന്ന് പറഞ്ഞാൽ ചെയ്യാം. എന്നിട്ട് 6:30 പോളിംഗ് സ്റ്റേഷനിൽ പോയി അവരൊക്കെ ഓടി വന്ന് അങ്ങനെ ക്യൂവിൽ നിന്ന് ഈ കുട്ടി 2ാമത്തെ വോട്ടറായിട്ടാണ് വോട്ട് ചെയ്ത് നേരെ വേദനയോടുകൂടി. അപ്പം വോട്ട് ചെയ്യാൻ കയറുമ്പോൾ ഈ പിതാവ് പറയാണ്, മോളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുള്ള സമയമാണ്, വേദനയുള്ള സമയമല്ലേ, മോള് പ്രാർത്ഥിച്ച് വോട്ട് ചെയ്യണം, UDF സ്ഥാനാർത്ഥി ജയിക്കണം, റഷീദ് ജയിക്കണം എന്ന് പ്രാർത്ഥിച്ച് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ, എന്നിട്ട് ഈ കുട്ടി കൈ പിടിച്ച് വേദനയോടുകൂടി പോയി വോട്ട് ചെയ്ത് നേരെ അവിടുന്ന് മിംസ് ആശുപത്രിയിലേക്ക് 10-15 മിനിറ്റ് കൊണ്ടെത്തി കുറച്ച് സമയത്തിനകം പ്രസവിച്ചു. അപ്പോൾ ഈ 2 പേരും, കുട്ടിയുടെ പിതാവും മാതാവും ഉണ്ട്. അപ്പം ആശുപത്രിയിൽ കുട്ടി ലേബർ റൂമിൽ നിൽക്കുമ്പോൾ പ്രസവിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കുട്ടിയെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഈ പിതാവ് വന്ന് വോട്ട് ചെയ്തു, തിരിച്ച് ഈ ബൂത്തിലേക്ക് വന്ന്. അത് കഴിഞ്ഞ് ഈ പിതാവ് പോയിട്ട് മാതാവ് വന്ന് വോട്ട് ചെയ്തു. അത്രയും പ്രയാസപ്പെട്ട് വോട്ട് ചെയ്ത ജനങ്ങളാണ് ഈ 1 കോടിയിലധികം വരുന്ന UDF 1 കോടിയിലധികം വരുന്ന വോട്ട് കിട്ടി. ഞാൻ പറഞ്ഞു, അത്രയും മൂല്യം, അത്രയും വേദനയും അത്രയും പ്രയാസം സഹിച്ച് വോട്ട് ചെയ്ത ജനങ്ങളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇതൊന്നും പാടില്ലായിരുന്നു എന്നുള്ളതായിരുന്നു തീർച്ചയായും എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. അതാണ് ഈ പാർട്ടി ഗ്രാമത്തിലേക്കുള്ള ഒരു വോട്ടിന്റെ കാര്യത്തിലോട്ടാണ് വരുന്നത്. ഇപ്പൊ ഇത്രയും വർഷം 10 വർഷം പിണറായി ഭരിച്ചു. ആ പാർട്ടി ഗ്രാമത്തിലെത്തിയപ്പോൾ ആ ജനങ്ങൾ എന്താണ് അവിടെ പറഞ്ഞത്? പിണറായി വിരുദ്ധതയാണോ അതോ? അതെ, പിണറായി വിരുദ്ധതയാണ്. ഭരണം ഒന്ന് മാറണം എന്നെല്ലാവരും ആഗ്രഹിച്ചു. ഞാൻ ഒരുപാട് CPM ഓഫീസുകളിൽ കയറിപ്പോയി. അപ്പോൾ പിണറായി പാറപ്പുറത്ത് അവരുടെ ഓഫീസിൻ്റെ സൈഡിലിരുന്ന ഒരു സ്ത്രീ എൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, മോനെ ജയിക്കണം, പാർട്ടി ഇവിടെ നിലനിൽക്കണമെങ്കിൽ മോൻ ജയിക്കണം. ചില സ്ഥലത്ത് പറഞ്ഞാൽ പിണറായി തോറ്റാൽ മാത്രമേ പാർട്ടി നിലനിൽക്കുള്ളൂ. അങ്ങനെ ഇതിലിപ്പം എൻ്റെ വോട്ട്, ആ കിട്ടിയ വോട്ടിൽ UDF കിട്ടിയ വോട്ട് 66,000-ലധികം വോട്ടുണ്ട്. അപ്പോൾ ആ വോട്ടിൽ UDF വോട്ട് മാത്രമല്ല, കോൺഗ്രസോ ലീഗിൻ്റെ വോട്ട് മാത്രമല്ല, അതിൽ ഒരുപാട് CPM പ്രവർത്തകരുടെ വോട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആഗ്രഹിച്ചത്, അതിൽ പലരും ആഗ്രഹിച്ചത് പിന്നെ പിണറായി ഉണ്ടെങ്കിൽ, ഇനി പിണറായി ഭരിച്ചെങ്കിൽ, അല്ലെങ്കിൽ പിണറായി ഭരണത്തലവനായി നിന്നെങ്കിൽ ഇനി CPM നിലനിൽക്കില്ല. അതുകൊണ്ട് CPM നിലനിൽക്കണമെങ്കിൽ പിണറായി തോൽക്കണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടും ഉണ്ട്. ചില മണ്ഡലങ്ങളിൽ തങ്ങളെ പ്രചരണം നടത്താൻ അനുവദിച്ചില്ല എന്നൊരു മാധ്യമത്തിൽ കൊടുത്ത പ്രതികരണത്തിൽ പറയുകയുണ്ടായി. ആ ഫ്ലക്സ് നശിപ്പിച്ചു. അപ്പൊ അത്തരം ചില മണ്ഡലങ്ങളിൽ കൂടി നല്ല രീതിയിൽ പ്രചരണം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജയം സുനിശ്ചിതമായിരുന്നു. ഞാനത് പറഞ്ഞു, സമയക്കുറവ് പ്രശ്നമുണ്ടായിരുന്നു. അപ്പം പിണറായി പഞ്ചായത്തിലും ധർമ്മടം പഞ്ചായത്തിലും ഈ അവസാനത്തെ 2 റൗണ്ടിൽ വലിയ ലീഡിലേക്ക് പോയ 2 പഞ്ചായത്തിലും വളരെ ദുർബലമാണ് പാർട്ടി. ധർമ്മടം പഞ്ചായത്തിൽ പാർട്ടിക്ക് മെമ്പർമാരില്ല തീർച്ചയായിട്ട്. അതുപോലെ തന്നെ പിണറായി പഞ്ചായത്തിൽ നമ്മൾ ജയിക്കാറില്ല. ഒരു സ്വതന്ത്ര മെമ്പർ ഒരിക്കലും ഉണ്ടായി വെച്ചാൽ പ്രതിപക്ഷമില്ല. എല്ലാ കാലത്തും ഏകപക്ഷീയമായ പഞ്ചായത്ത്, അവിടെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തൊക്കെ വലിയ ഭൂരിപക്ഷത്തിന് അവർ ജയിക്കുന്നതാണ്. സംഘടനാ സംവിധാനം കുറച്ചുകൂടി നന്നായിരുന്നുവെങ്കിൽ, നല്ല സംവിധാനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഞാൻ പറഞ്ഞ അവസാന ഘട്ടത്തിൽ പിണറായി വിജയൻ ലീഡ് നേടി ആ മേഖലകൾ കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എന്തായാലും ജയിക്കായിരുന്നു. അവിടെയൊക്കെ പാർട്ടി ഗ്രാമങ്ങളുണ്ട്. 1 ഡസനോളം വരുന്ന രക്തസാക്ഷികളുള്ള സ്ഥലമാണ്. 17 വയസ്സിൽ കൊല്ലപ്പെട്ട മുഴപ്പിലങ്ങാടിലെ ശ്രീകാന്ത്. അതുപോലെ മുസ്ലിം ലീഗിനും രക്തസാക്ഷി ഉണ്ട് അവിടെ, എടക്കാട് ഷാദുലി. അതായത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ 17 വയസ്സിലൊക്കെ കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി. കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങുന്ന ഒരു കാലത്ത്. അതുപോലെ പീറ്റക്കണ്ടി, അതുപോലെ പാതിരാട് ഗംഗാരാട്ടൻ, ഒരുപാട് അപ്പോൾ കൊന്ന് തീർത്തതാണ് അവിടെയൊക്കെ പാർട്ടി. അപ്പോൾ ഭയപ്പെട്ട് കഴിയുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. അതുപോലെ വേങ്ങാട് പഞ്ചായത്തിൽ ഒരു ബൂത്തിൽ കഴിഞ്ഞ തവണ ബൂത്തിൽ ഇരുന്നതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി, 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, കഴിഞ്ഞ 5 വർഷമായി ആ പെൺകുട്ടിയുടെ കല്യാണം നിരന്തരമായിട്ട് ഇവർ മുടക്കുകയാണ്. അപ്പോൾ ഈ തവണ അവിടുത്തെ ഒരു അമ്മ, അവരുടെ കുടുംബത്തിലെ സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ കഴിഞ്ഞ തവണ ബൂത്തിലിരുന്നുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായി വരുന്ന എല്ലാ കല്യാണാലോചനയും മുടക്കുകയാണ്, എവിടെയെങ്കിലും ഒരു ചെക്കനെ കണ്ടെത്തി തരണേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ഓഫീസുകൾ നിരന്തരം തകർക്കുന്നത്. ഇപ്പം നിങ്ങളൊരു റീൽസ് ഇട്ടിട്ട് ബോംബ് കൂട്ടിയിട്ട് കൈപ്പത്തി നഷ്ടപ്പെട്ട ഒരു വാർത്ത ശ്രദ്ധിച്ചു. അതൊക്കെ ഈ പിണറായി പഞ്ചായത്ത് ഈ കൈപ്പത്തി നഷ്ടപ്പെട്ടത് ആളോട് ഞാൻ വോട്ട് ചെയ്തു. എനിക്ക് അന്നേരം തിരിഞ്ഞില്ല. എൻ്റെ ഞാൻ കൈക്കെന്താ പറ്റിയത്, ഒന്നുമില്ല, ഒരു പടക്കം പിടിച്ചാൽ അവന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തില്ലേന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ലായിരുന്നു ഈ കക്ഷിയാണെന്ന് പറഞ്ഞത്. അതായത് കോൺഗ്രസ് ഓഫീസിന് ബോംബ് എറിഞ്ഞ കക്ഷി കൂടിയാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇത് ആർക്കാ കൈ കൊടുത്ത്? ഞാൻ പറഞ്ഞു അതാ അന്ന് ബോംബ് പൊട്ടിയിട്ട് കൈന്ന് പൊട്ടിയിട്ട ആളാണ്. ഈ പാർട്ടി ഗ്രാമങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുമ്പ് പറയാറുണ്ട്, പാർട്ടി ഗ്രാമങ്ങളിൽ
പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ല, അതുപോലെ ബൂത്ത് പിടിക്കുന്നു, ഒരു തരത്തിലും വേറൊരു പാർട്ടിക്ക് അവിടെ നിലനിൽപ്പില്ല, പാർട്ടി പ്രവർത്തകർക്ക് അവിടെ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞു വെക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ പാർട്ടി ഗ്രാമങ്ങളിൽ പോയിട്ടാണ് ഇപ്പോൾ വോട്ട് പിടിച്ചേക്കുന്നത്. അപ്പം പാർട്ടി ഗ്രാമങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായും ഒരുപാട് മാറ്റമുണ്ട്. അതിൻ്റെ ഒരു നേർസാക്ഷ്യം തന്നെയാണ് ഈ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഉണ്ടായിരുന്ന ജനവിധി. അങ്ങനെ അന്ധമായി പിണറായി വിജയൻ പറയുന്നത് അങ്ങ് കേട്ട്, അല്ലെങ്കിൽ ഗോവിന്ദ മാഷ് പറയുന്നത് അങ്ങ് കേട്ട്, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം പറയുന്നത്, അതിനപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റുകാരും കുറച്ചൊക്കെ മാറിത്തുടങ്ങി എന്നുള്ളതാണ്. അതൊരു വലിയ ശുഭസൂചനയാണ്. ഞാൻ പറഞ്ഞല്ലോ, മുൻകാലങ്ങളിലൊക്കെ പ്രചരണത്തിന് പോകുമ്പോൾ ഇപ്പം പല സ്ഥലങ്ങളിൽ ചീത്ത വിളിച്ചിട്ടുണ്ട്. പോളിംഗ് ഡേയിൽ ഞാൻ ഈ പിണറായി വിജയൻ്റെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിൽ ഒരു ബൂത്ത് കയറുമ്പോൾ എന്നോട് പറയാണ്, സ്ഥാനാർത്ഥി ഇങ്ങോട്ട് കയറാൻ പാടില്ല. ചോദിച്ചാൽ നീ ആരത് പറയാൻ? അപ്പോൾ അല്ല, സ്ഥാനാർത്ഥിക്ക് എന്താ ഇവിടെ കാര്യം? ഇവിടെ നിങ്ങളുടെ ഏജന്റ് പറഞ്ഞു. ഞാൻ പറയും സ്ഥാനാർത്ഥി എന്താണ്? അപ്പോൾ അതാണ് അങ്ങനെ മാനസികാവസ്ഥയുള്ള CPM പ്രവർത്തകരും അവിടെയുണ്ട്. പക്ഷേ നേരെ ഞാനൊരു ഇതേ പഞ്ചായത്തിൽ തന്നെ വേറൊരു CPM ഓഫീസിലേക്ക് കയറിപ്പോൾ അവിടെ യോഗം നടക്കുകയാണ്, അവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, സോറി, ഞാൻ അറിയാതെ കയറിപ്പോയതാണെന്ന് പറഞ്ഞു. അല്ല, അതിന് പ്രശ്നമൊന്നുമില്ല, സ്ഥാനാർത്ഥിക്ക് എവിടെയും പോകാമല്ലോ, പാർട്ടി ഓഫീസാണെന്ന് കരുതി പ്രശ്നമൊന്നുമില്ല, എല്ലാവരോടും വോട്ട്. അപ്പോൾ പുള്ളി എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു, പാർട്ടി നേതാവ്. ഇത് UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം വോട്ട് ചോദിക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, എല്ലാവർക്കും കൈവീശി അങ്ങനെ പോയി. അങ്ങനെ എന്താ പറയുക, മാറി തുടങ്ങിയിട്ടുണ്ട്. പാർട്ടി ഗ്രാമങ്ങളുടെ ആ ഏകാധിപത്യത്തിൻ്റെ കോട്ട തകർന്നു തുടങ്ങി. തീർച്ചയായും ഒരു നാളുകളിലും ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ. നാളുകളിൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് പുതിയ തലമുറയിലെ വോട്ടർമാരാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ കാണുന്ന പലതും പുതിയ കാര്യങ്ങളാണ്. അത് ഇടതുകോട്ട തകർക്കുന്നതായാലും പുതിയ ഭരണം മാറി വരുന്നതായാലും. അപ്പോൾ അത്തരം പുതുതലമുറ വോട്ടർമാർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്ന പുതിയ തലമുറയുടെ വലിയൊരു വോട്ട്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോസ്റ്റും ഇതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെടും. ഇൻസ്റ്റയിൽ 30K എങ്ങാനാണ് ഫോളോവേഴ്സ് പെട്ടെന്ന്. അത് ഞാൻ പറഞ്ഞില്ല, ചെറിയ കാര്യമല്ല, അവർ ശ്രദ്ധിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് കൂടുതലും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ ഞാൻ പിണറായി വിജയനെ വ്യക്തിഹത്യ നടത്താനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അദ്ദേഹത്തിൻ്റെ എതിരെ ഇപ്പോൾ ലാവ്ലിംഗ് കേസ് ഉൾപ്പെടെ അതൊരു കാര്യവും നിങ്ങൾ എൻ്റെ പ്രചരണം ശ്രദ്ധിച്ചു, ഒരു കാര്യം തുടക്കം മുതൽ പറഞ്ഞു, വ്യക്തിപരമായ ഒരു കാര്യങ്ങൾ ഞാൻ പറയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് മുഴുവൻ പുതിയ തലമുറയെക്കുറിച്ചാണ്. ഇവിടെ നമുക്ക് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം, ഇവിടെ തൊഴിലിടങ്ങൾ വേണം, ഇവിടെ ഒരു എഡ്യു ഹബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് പറ്റിക്കുകയാണ് പിണറായി വിജയൻ. 10 വർഷമായിട്ട് പിണറായി വിജയൻ പറ്റിക്കുകയാണ്. അവിടുത്തെ IHRD കോളേജ് വാടക കെട്ടിടത്തിലാണ്. അതുപോലെ ബ്രണ്ണൻ കോളേജ്, ഇത്ര വലിയ കേരളത്തിൽ ഏറ്റവും വലിയ രാജകീയ കലാലയാണ്. അവിടെ എന്താ ഈ 10 വർഷം കൊണ്ടുണ്ടാക്കിയത്? ഞാൻ അതിങ്ങനെ ചോദിക്കുമ്പോൾ ഓരോന്നിനും അത് ജനങ്ങളിങ്ങനെ ചിന്തിച്ചു, അയ്യോ ഇവിടെ ഒരു പുതിയതായി ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വന്നിട്ടില്ലല്ലോ. പുതുതായിട്ട് ഞാൻ ചോദിച്ചു, ഒരു 10 ചെറുപ്പക്കാർക്കെങ്കിലും തൊഴിൽ കിട്ടേണ്ട ഒരു തൊഴിൽ സംരംഭം ഉണ്ടോ? അപ്പോൾ ആ ചോദ്യം ഇങ്ങനെ ചോദിച്ച് പുതിയ തലമുറയെ തന്നെയാണ് അഡ്രസ്സ് ചെയ്തത്. അപ്പോൾ അതിന് അവർ ഉത്തരം കണ്ടെത്തി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രതീക്ഷ. മറ്റൊരു ചോദ്യം എന്ന് പറയുകയാണെങ്കിൽ, ഇനി മത്സരിക്കുവാണെങ്കിൽ ഇനി അടുത്ത നിയമസഭാ മത്സരത്തില് തളിപ്പറമ്പ് എടുക്കൂ, ധർമ്മടം സ്വീകരിക്കുക, ഏത് മത്സരിക്കണം? ഏത് മണ്ഡലം വേണം മത്സരിക്കാൻ? 2 മണ്ഡലത്തിലെയും ജനങ്ങളോട് നന്ദി കാണിച്ചിട്ടുണ്ട്. ഒരു മണ്ഡലം നമുക്ക് ഒന്നേ പറ്റത്തുള്ളൂ. 2 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ടല്ലോ. ഇനി പിടിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? CPM മനസ്സിലായി കഴിഞ്ഞു അവിടെ ഒരു വിരുദ്ധ വികാരമുണ്ടെന്നും അത്രയും TK ഗോവിന്ദൻ പിടിക്കുകയും ചെയ്തു. മുമ്പ് സെറ്റ് ചെയ്തു വെച്ച തട്ടകത്തിൽ വേറൊരാൾ വിജയിച്ചു, ആ വിജയം നേടിക്കഴിഞ്ഞു. ഇനി തിരിച്ച് തളിപ്പറമ്പിലോട്ട് ചെല്ലാൻ CPM അത്രയും പ്രവർത്തനം നടത്തും. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന TK ഗോവിന്ദൻ മാഷിന്റെ വിജയം UDFന്റെ പ്രവർത്തകരുടെ കഷ്ടപ്പാടിന്റെയും അധ്വാനത്തിന്റെയും തന്നെയാണ്. UDFന്റെ കരുത്ത് തന്നെയാണ്, അതിലൊരു തർക്കവും ആർക്കും ഇല്ല, അത് അദ്ദേഹത്തിനും ഇല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കരുത്ത് അവിടെ തന്നെയുണ്ട്. അപ്പൊ ഇനിയും ജയിക്കും അദ്ദേഹം. CPM കൂടുതൽ വർക്ക് ചെയ്യുമല്ലോ, എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള അവസ്ഥയിൽ. കാരണം 14,000 വരുന്ന വോട്ടിന്റെ ഇത് അദ്ദേഹം മാത്രമല്ല, കേസുകാരൻ പാർലമെന്റിൽ ആദ്യം 800 വോട്ടിൽ ഗ്രാജുവലി ഉള്ള ഒരു വളർച്ചയാണ്. 800 വോട്ട് ലീഡ് പിടിച്ചു. 5 വർഷം കൊണ്ട് അത് 8,800 വോട്ട്, 9,000 വോട്ടിന്റെ ലീഡ് പാർലമെന്റ് പിടിച്ചു. ലോക്കൽ ബോഡിയിൽ അത് 5,000 ആയിട്ട് കുറഞ്ഞു. പക്ഷേ അതിനുശേഷം 12,000-ഓളം വോട്ട് നമ്മൾ ചേർത്തു. പ്രവാസി വോട്ട് 4,000 വോട്ട് ചേർത്തു. 16,000-ഓളം വോട്ട് ലോക്കൽ ബോഡിക്ക് ശേഷം അവിടെ വോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം ജയിക്കാനുള്ള കരുത്ത് UDFനും കോൺഗ്രസിനും അവിടെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വലിയ രാഷ്ട്രീയപരമായ കരുത്തുള്ള ഒരു മണ്ഡലം കൂടിയാണ് തളിപ്പറമ്പ്. സ്വാഭാവികമായിട്ടും ഇനി എല്ലാ കാലത്തും ആരായാലും ഞാൻ ഞാൻ നമ്മളെ സ്ഥാനാർത്ഥിത്വം അവകാശം ഇല്ലാത്തതുകൊണ്ട് ചോദിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ എന്താ പറയുക, ജനപ്രതിനിധി ആകണം എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു. കാരണം നമ്മുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ദിവസം വിളിച്ചിട്ട് ആളുകൾ പറയും, പല ഓഫീസുമായി ബന്ധപ്പെട്ട്. അപ്പം ജനപ്രതിനിധി ആയാൽ ചെയ്തു കൊടുക്കാൻ പറ്റും, അതിൻ്റെ ഒരു സാധ്യത വലിയ ഘടകമാണ്. ഇപ്പം നമ്മൾ ചിലരൊക്കെ പറയും അധികാരത്തോട് താല്പര്യമില്ല, അധികാരത്തോട് ഇഷ്ടമല്ല, എനിക്ക് ജനപ്രതിനിധി ആണ്ട എന്നൊക്കെ പറയും. പക്ഷെ ജനപ്രതിനിധി ആയാൽ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ജനപ്രതിനിധി ആവണം എന്നുള്ള താല്പര്യമുണ്ട്. നമ്മൾ കണ്ണൂരിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, കണ്ണൂർ എപ്പോഴും ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു രാഷ്ട്രീയം പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതെല്ലാം വളരെ അഗ്രസീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ.
അതായത് വൻ മുദ്രാവാക്യം വിളി, വെല്ലുവിളി, അങ്ങനെ ഒരു മുഖമാണ് കണ്ണൂരിന്. അവിടേക്കാണ് ഒരു പൂച്ചക്കണ്ണൻ ചെറുപ്പക്കാരൻ വളരെ സൗമ്യമായി ചിരിച്ചുകൊണ്ട് വളരെ കൂളായിട്ട് പ്രചാരണ പരിപാടികൾ നടത്തുന്നു. അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിട്ടുള്ളത് ഈ ഒരു തലമുറയിൽപ്പെട്ട ആൾക്കാരാണ്, ചെറുപ്പക്കാരാണ്, അതായത് ജെൻസി തലമുറയിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ ആ ഒരു പിന്തുണ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു? വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഈ പൂച്ചക്കണ്ണെന്നുള്ള വിളി കണ്ണ് നല്ലതാണെന്നാരെങ്കിലും ഐഡന്റിറ്റിയാണ് ആളുകൾ പറയാറുണ്ട്. അത് നമ്മളിപ്പോ സംസാരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് കണ്ണിൽ നോക്കി സംസാരിക്കാനാണ് ആ ഒരു ഇത് തോന്നുന്നത്. പൂച്ചക്കണ്ണെന്നുള്ള അവരങ്ങനെ വിളിക്കും. കാരണം എൻ്റെ പേര് പരമാവധി ആളുകളുടെ അടുത്ത് വരാതിരിക്കാൻ വേണ്ടി ആ പൂച്ചക്കണ്ണൻ എന്ന് വിളിച്ചിട്ട് കളിയാക്കും. ആ രീതിയിൽ അവരുടെ ഇൻസൾട്ടായിരുന്നു. ഇൻസൾട്ട് ഈസ് ഇഞ്ചറി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുത്തു. അങ്ങനെ എടുത്തു. ഞാനത് പരാതിയും പരിഭവമൊന്നും പറഞ്ഞില്ല. പിന്നെ നേർച്ചക്കോഴി, പിന്നെ എന്താ പറയുക, 8 മണിക്ക് തോക്കുന്നവൻ, ബലിയാട്, അങ്ങനെ കുറെ പേരുകളായിരുന്നു. അങ്ങനെ വിളിച്ച് പേരൊരു സ്ഥലത്തും പറയാതെ ആദ്യം പൊട്ടുന്നവൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് തോക്കുന്നവൻ. ഒരുപക്ഷെ ഇതുപോലെ ഇൻസൾട്ട് നേരിടേണ്ടി വന്നാൽ ഇതുപോലെ പിന്നെ അപമാനിക്കപ്പെട്ട മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. ഇങ്ങനെ ആക്ഷേപമായിരുന്നു. കുറച്ചാളുകളൊക്കെ അങ്ങനെ ആക്ഷേപിച്ചു. അപ്പോ പക്ഷെ അന്നേരവും പുതിയ തലമുറ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. ചെറിയ മക്കളൊക്കെ വന്നിട്ട് അവരൊക്കെ ഇങ്ങനെ പേപ്പറൊക്കെ എടുത്തിട്ട് വരും. ചെറിയ കുട്ടികള്, ജെൻസി അല്ല, അതിലും താഴെ നമ്മുടെ ആൽഫ ബാച്ചൊക്കെ ഇങ്ങനെ വന്നിട്ട് കുട്ടികളായിരുന്നു. എല്ലായിടത്തും ഓടി വന്നിട്ട് റഷീദ് കുറിച്ചിട്ട് പിന്നെ ഓട്ടോഗ്രാഫ് വാങ്ങുക, പേപ്പറിൽ കൊടിയൊക്കെ എടുത്ത് ഒന്ന് ഒപ്പിട്ട് വരുമോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പിന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ. അപ്പോൾ അവരെല്ലായിടത്തും ചേർത്ത് പിടിച്ചു. ഞാനതുപോലെ കൈ പിടിച്ചിട്ട് ഞാൻ പറയും, ഞാൻ കൂടെ ഉണ്ടാവും. ഇതുപോലെ വോട്ട് ചെയ്ത് ജയിച്ചാലും ഞാൻ കൂടെ ഉണ്ടാവും. കാരണം പിണറായി വിജയൻ 10 വർഷം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എല്ലാ ക്യാമ്പസിലും പോയി. അവർ ക്യാമ്പസിലൊക്കെ പോകുമ്പോൾ വലിയ ആവേശത്തോട് കൂടിയിട്ടാണ് ഏറ്റെടുത്തത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോഴും ഏറ്റവും കൂടുതൽ ഓടി വന്ന് കൈപിടിക്കും ചെറുപ്പക്കാരൊക്കെ. നിങ്ങളാ ജയിച്ച എനിക്കെന്തോ വലിയ പറ്റിയതുപോലെ ഇപ്പോൾ ഒരു ആശ്വസിപ്പിക്കില്ല. എല്ലായിടത്തും പോട്ടെ കേട്ടോ എന്ന് പറഞ്ഞ് തോളത്തേക്ക് തയ്യിട്ടിട്ട് എന്നോട് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ പറയും, സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം. ഒരു രാഷ്ട്രീയമില്ലാത്ത കുട്ടികളാണ്, ഒരു രാഷ്ട്രീയമില്ലാത്ത പുതിയ തലമുറയാണ്. കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോൾ അവരെന്നെ കാണുമ്പോൾ തന്നെ വല്ലാതെ ഡാൻസ് കളിക്കുന്നുണ്ട്. നിങ്ങൾ ജയിച്ചിട്ടില്ല, തോറ്റിട്ടില്ല, നിങ്ങൾ ജയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അത് തീർച്ചയായും പുതിയ തലമുറയാണ്. അവരുടെ പിന്തുണ വലിയ രീതിയിൽ കിട്ടിയെന്നുള്ളൊരു ഇതിന് ശേഷം കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ആ സ്ഥാനാർത്ഥിയുടെ കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഇതുപോലൊരു സ്ഥാനാർത്ഥി, അതായത് ജയത്തിന് സമാനമായ ഒരു തോൽവി നേരിട്ട ഒരു സ്ഥാനാർത്ഥി പുതുപ്പള്ളിയിലുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറച്ച ജയിക്ക്. അന്ന് ജയിക്കും ഇതുപോലെ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം വലിയ തോതിൽ കുറച്ചിട്ടാണ് അവിടെ നിന്നത്. പക്ഷെ ജയിക്കിന് നേരിട്ടത് പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള ഒരു പരിഹാസമായിരുന്നു. അതിന് മുന്നിൽ നിന്നത് കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. അപ്പൊ അതിലൊരു വൈരുദ്ധ്യം ഇപ്പം അബ്ദുൾ റഷീദ് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. അപ്പൊ അന്നും ഇന്നും തമ്മിൽ നോക്കുമ്പോൾ എന്തൊരു മാറ്റമാണ് അവിടെ സംഭവിച്ചതെന്ന് വിചാരിക്കുന്നത്? പുതുപ്പള്ളിയും ധർമ്മടും തമ്മിൽ വ്യത്യാസമുണ്ട്. പുതുപ്പള്ളി എന്ന് പറയുന്നത് ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നു. അത് ഉമ്മൻചാണ്ടി സാറ് പിടിച്ചെടുത്തു. പക്ഷെ അപ്പോഴും പുതുപ്പള്ളിയിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളും ഈ ജയിക്ക് നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തുകൾ പിടിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. അവിടെ ഇപ്പോഴും UDF-ന് വലിയ സ്വാധീനം ഉണ്ടെങ്കിലും ഇടതുപക്ഷത്തിന് കൃത്യമായും പ്രവർത്തന സ്വാതന്ത്ര്യം. അവിടെ എവിടെയും പാർട്ടി UDF-ന്റെ കോൺഗ്രസിന്റെ പാർട്ടി ഗ്രാമങ്ങളൊന്നുമില്ല. എൻ്റെ കൂടെ ഒന്ന് വന്നിരുന്ന് ഞാൻ കാണിച്ചു തരാം. രൂക്ഷമായ തെരുവിളി, വണ്ടി കൊണ്ടുപോകുമ്പോൾ ഇവിടെ വണ്ടി വെക്കേണ്ട, വണ്ടി കൊണ്ടുവന്ന കത്തിച്ച് കളയുന്ന പറയുന്നത്. അങ്ങനെ അവിടെ രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട്. എൻ്റെ വ്യത്യാസമുണ്ട്. അവിടെ എത്രയോ ജനപ്രതിനിധികൾ എല്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷത്തിനുണ്ട്. ഇവിടെ ജനപ്രതിനിധികളെ ഇല്ലാത്ത പിണറായി പഞ്ചായത്താണ്. UDF-ന് എന്താ പറയണ്ടേ, പാർട്ടി ഗ്രാമങ്ങളാണ്. അത് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് 2 ഓഫീസുകൾ തകർത്തു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത് പിണറായി വിജയൻ ജയിച്ചിട്ട് നമ്മുടെ ആളുകൾ ഇപ്പോൾ സർക്കാർ വന്നതിൻ്റെ ആഘോഷ പ്രകടനം നടത്തുമ്പോൾ പറയും ഇവിടെ നടത്താൻ പറ്റില്ല, ഇവിടെ നിങ്ങൾ തോറ്റു. അങ്ങനെ പറയുന്ന പാർട്ടി ഗ്രാമങ്ങൾ ഏറെയുള്ള ഒരു സ്ഥലമാണ്. സ്ഥാനാർത്ഥിയെ പോലും തടയുന്ന സ്ഥലം. ഞാൻ എൻ്റെ എല്ലാ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ റിസൾട്ട് വന്നപ്പം നേരെ ഞാൻ നോക്കുമ്പോൾ പോലീസുകാർ DYSP വിളിക്കുകയാണ്, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ, നിങ്ങൾക്ക് വീടിനും നിങ്ങൾക്കൊക്കെ പോലീസ് പ്രൊട്ടക്ഷൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ ദിവസമൊക്കെ സഞ്ചരിച്ചത് സമയത്തൊക്കെ പോലീസ് പ്രൊട്ടക്ഷനിലാണ്. ഇലക്ഷൻ്റെ പ്രചരണത്തിൽ മുഴുവൻ പോലീസിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. അങ്ങനെ നടക്കുന്ന ഒരു നാടും പുതുപ്പള്ളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ ജയിക്കിൻ്റെ ചെറുതായി കാണുന്നൊന്നുമില്ല. അത് എന്താ, രണ്ട് തലമാണ്. ആരായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാൻ പറഞ്ഞു, ഞാൻ പിണറായി വിജയനെതിരെ, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ഒന്നും ഒരു അക്ഷരം പറഞ്ഞിട്ട്, എന്തെല്ലാം വിഷയങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന് വ്യക്തിപരമായ വിഷയം ഒന്നും ഞാൻ പറഞ്ഞിട്ട്. ഏറ്റവും അതെന്നോട് പി ശശി കൗണ്ടിംഗ് സ്റ്റേഷൻ എന്നോട് പറഞ്ഞു, പി ശശി അറിയാലോ, പൊളിറ്റിക്കൽ സെക്രട്ടറി, നിങ്ങൾ നമ്മളുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെടണ്ടേ, നിങ്ങളെന്താ ഇങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ 1-2 തവണ നിങ്ങളെ കണ്ടിരുന്നു, അപ്പോൾ നിങ്ങൾ മൈൻഡാക്കിയിട്ടില്ല. അല്ല, അത് തീർച്ചയായും ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ഷന് ശേഷമാണ് അവർ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത്. ഞാൻ മുന്നേ ഇലക്ഷൻ്റെ സമയത്തും അങ്ങനെ പരസ്പര ബഹുമാനം വേണം സ്ഥാനാർത്ഥികൾ തമ്മിൽ. അത് ആരെയായാലും ഒരു രാഷ്ട്രീയപരമായി തന്നെ സമീപിക്കുക.
വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക. അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി അതിൽ UDF ഭാഗത്തുനിന്നുണ്ടായാലും അത് വ്യക്തിപരമായി ആരെയും ടാർഗറ്റ് ചെയ്ത് വ്യക്തിഹത്യ നടത്തരുത് എന്നുള്ളത് തന്നെ താല്പര്യം. കാരണം ആ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യക്ക് ഇരയായ ഒരാളെന്ന നിലയിൽ, ഏറ്റവും പ്രയാസപ്പെട്ട ഒരാളെന്ന നിലയിൽ എൻ്റെ ഒരാഗ്രഹം ഒരു തെരഞ്ഞെടുപ്പിലും ഒരു സ്ഥാനാർത്ഥിയും വ്യക്തിഹത്യ ചെയ്യരുത് എന്നുള്ളത്. ഇപ്പോൾ നേർച്ചക്കോഴി എന്ന് പറഞ്ഞിട്ട് പലരും കളിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള വിളികൾ വരുമ്പോൾ നേതൃത്വം എവിടെയെങ്കിലും താങ്കളെ ഒരു നേർച്ചക്കോഴിയായി കണക്കാക്കിയെന്ന് ഉള്ളിലൊരു ഫീൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും. എന്നോടത് KC വേണുഗോപാൽ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, പിന്നെ നീ കേരളത്തിലെ UDF ഏറ്റവും കരുത്തുള്ളൊരു സ്ഥാനാർത്ഥിയായി ഞങ്ങൾ എല്ലാവരും കണ്ടതുകൊണ്ടാണ് ആശ്വസിപ്പിക്കുമ്പോൾ എന്നോട് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിന് ശേഷം അഭിനന്ദനം പറഞ്ഞതിന് ശേഷം ഏറ്റവും. കാരണം അഖിലേന്ത്യാ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തന്നെയാണ് നേരിട്ട് പറയുന്നത്. രമേശ് ചെന്നിത്തല പരസ്യമായിട്ട് പറഞ്ഞു, അവിടുത്തെ MLA അറസ്റ്റ് ചെയ്താണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇത് തീർച്ചയായും അത് തന്നെ വലിയൊരു അംഗീകാരമാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിന്നെ കാണണം, ഒന്ന് വരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ അവിടെ പോയി നേരിട്ട് മിനിയാന്ന് അവിടെ പോയി നേരിട്ട് കണ്ടു. അതുപോലെ AK സാർ ഉൾപ്പെടെ എല്ലാവരും ഫോണിൽ വിളിച്ചു, തങ്ങളുടെ സാദിഖലി തങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ആ വിളിച്ചതിൻ്റെ ഒക്കെ കാണുമ്പോൾ ഒക്കെ അത് ആക്ഷേപം മാത്രമല്ല, ഉമ്മാനും വല്ലാണ്ട് ചീത്ത വിളിക്കുന്നുണ്ട്. കാരണം അവരെ മോശമാക്കി വരെ ചിത്രീകരിക്കുന്നുണ്ട്, അവരെ ആക്ഷേപിക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ തരത്തിലും കളിയാക്കൽ വരുന്നുണ്ട്. അപ്പോൾ ആ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നേതാക്കന്മാരുടെ ഈ ആശ്വാസ വാക്കുകൾ അത് തന്നെയാണ് വലിയൊരു അംഗീകാരം. പ്രവർത്തകരും അതുപോലെ തന്നെ എവിടെ പോകുമ്പോഴും. ഇപ്പം ഞാനിങ്ങനെ തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കാറിനാണ് വന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ സിറ്റിംഗ് MLA മാർ, ഇപ്പോൾ CR മഹേഷ് ആയാലും മാത്യു ആയാലും അവരൊക്കെ വന്നു ഇവിടെ. കാരണം ഓഫീസർ ഞാൻ CRൻ്റെ വീട്ടിൽ പോയി, അപ്പോൾ മാത്യു ചേട്ടൻ്റെ വീട്ടിൽ പോയി, അതുപോലെ റോയ് ചേട്ടൻ, എല്ലാവരും ചെറുപ്പക്കാരായ എല്ലാ MLA മാരും, അഭിജിത്ത് ഉൾപ്പെടെ എല്ലാവരും, അഭിനുൾപ്പെടെ എല്ലാവരും ചേർത്ത് പിടിച്ചു. അവർ പറഞ്ഞു നീ പേടിക്കണ്ട, എല്ലാ കാര്യം. ഞാൻ പേടിയൊന്നുമില്ല, നീ ഒരു തരത്തിലും വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമപ്രായക്കാരൊക്കെ ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും. ഞാൻ കമ്മിറ്റിയിൽ നമ്മൾ മത്സരിച്ചതിൽ ഞാനും വൈശാഖ് മാത്രമാണ് പരാജയപ്പെട്ടത്, ബാക്കി എല്ലാവരും ജയിച്ചു. അങ്ങനെ എല്ലാവരും ചേർത്ത് നിർത്തുമ്പോൾ വലിയൊരു ആശ്വാസമുണ്ട്. പക്ഷേ ധർമ്മമെടുത്ത് നിങ്ങൾ തോറ്റ സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദ പ്രകടനം കണ്ടിട്ടുണ്ടോ? കാണുന്നത് ചക്കരക്കല്ല്. ഞാനിങ്ങനെ ചക്കരക്കല്ല് വന്ന് ഇറങ്ങിയത് ഓർമ്മയുള്ളൂ. ഞാൻ അവസാനം കാല് പിടിച്ചു പറഞ്ഞു എന്നൊന്ന് നിലത്ത് നിർത്ത്, എന്നോട് നിലത്ത് നിർത്തുന്ന പറഞ്ഞു. എയറിലായിരുന്നു, ഫുൾ ടൈം എയറിലായിരുന്നു. ഞാൻ അവസരം പറഞ്ഞു നമ്മൾ തോറ്റു. ഇല്ല നമ്മള് ജയിച്ചു, നിങ്ങൾ വിശ്വസിക്കും നമ്മൾ തോറ്റു. അപ്പോ ഇല്ല നമ്മൾ ജയിച്ചെന്ന് പറഞ്ഞിട്ട് ചക്കരക്കല്ല് ടൗണിൽ ഇറങ്ങിയെടുത്ത് പൊക്കാൻ തുടങ്ങിയത്. അതിന്റെ അവസാനം വരെ നിലത്ത് നിർത്തിയിട്ടില്ല. ഇപ്പോഴും ഭയങ്കര ആവേശമാണ്. നമുക്കിനി തെരഞ്ഞെടുപ്പിന്റെ ആവേശങ്ങളിൽ നിന്നും ഒന്ന് കൂളാവാൻ ഒരു ഗെയിം ആയാലോ? ഗെയിമാണോ? ഒരു ഗെയിം കളിക്കാം. പുലിമടയിലാ പോയി പെട്ടതല്ലേ? മോള് നടക്കാം. കെ സുരേന്ദ്രൻ തുടർച്ചയായ പരാജയം ഇപ്പോൾ അദ്ദേഹത്തെ അങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ BJPയുടെ ഒരു നല്ല മുഖമാണ്, BJPയുടെ നല്ലൊരു മുഖമാണ്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, കെ സുരേന്ദ്രൻ എന്ന് പറയാറായിട്ടുണ്ട്. അങ്ങനെ ഒന്നും പറയുന്നില്ല. കാരണം അത് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നിരുന്നെങ്കിൽ അങ്ങനെ പറയായിരുന്നു. എന്തായാലും അങ്ങനെ പറയുന്നില്ല. പക്ഷെ BJPയുടെ നല്ലൊരു മുഖമാണ്. ഇങ്ങനെ ഒരെണ്ണം പറഞ്ഞിട്ടാണ് ഫാത്തിമ തഗ്ലി ഏറിപ്പോയത് ശോഭാ സുരേന്ദ്രനെ കുറിച്ച്. BJPയുടെ നല്ലൊരു മുഖമാണെന്നല്ലേ പറയുന്നത്. BJPയുടെ നല്ലൊരു മുഖം അത്രേ ഉള്ളൂ. ക്രൗഡ് പുള്ളറാണ്. തീർച്ചയായും ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. റോൾ മോഡലാണോ? റോൾ മോഡലാണ്, പലതിലും റോൾ മോഡലാണ്. തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ. കാരണം ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, ആളുകളുടെ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ എല്ലാവർക്കും റോൾ മോഡലാക്കാൻ പറ്റുന്ന ഒരാളാണ്. വലിയ ഇഷ്ടമാണ്, വലിയ സ്നേഹമാണ്, നിഷ്കളങ്കനാണ്. എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല, എന്നെ നോക്കുന്ന പോലെയുണ്ട്. വലിയ ഇഷ്ടമാണ്. കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടിയിൽ ഇഷ്ടപ്പെട്ട ഒരു നേതാവിന്റെ പേര് പറഞ്ഞ ആര് പേര് പറയും? അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇഷ്ടമാണ്. നല്ല സൗഹൃദങ്ങളാണ്. ഒരുപാട് പേരുകൾ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ആരും പറയുന്നില്ല. കാരണം എനിക്ക് ആരോടും വെറുപ്പില്ല, അതൊറ്റ വാക്കിലും ആരോടും ഇഷ്ടക്കുറവില്ല. എന്നുള്ള കോൺസെപ്റ്റാണ്. അങ്ങനെ തന്നെയാണ്. ചിന്തിച്ചു. അല്ല, ഞാൻ പിണറായി വിജയനെ കൈയുയർത്തി കാണിച്ചു. അങ്ങനെ പിണറായി വിജയൻ പോകുമ്പോൾ എല്ലാവർക്കും പിണറായി വിജയനോടുള്ള ദേഷ്യവും അരിശവും ഒക്കെയാണ് അവർ തീർത്തത്. പക്ഷെ പിണറായി വിജയൻ പോകുമ്പോഴും ഞാൻ കൈയുയർത്തി കാണിച്ചു. അദ്ദേഹം ചിരിച്ച്, വലിയ വാർത്തയായിരുന്നു, അദ്ദേഹം ചിരിച്ച് കൈയുയർത്തി കാണിച്ചു. സംസാരിക്കാനൊന്നും സമയം കിട്ടിയില്ല. അദ്ദേഹം സ്പീഡിലങ്ങ് നിർത്തിപ്പോയി. നിർത്തിയിരുന്നെങ്കിൽ ഞാനൊന്ന് വോട്ട് ചോദിക്കുമായിരുന്നു. ഇല്ല, ചിലപ്പോ അദ്ദേഹം തന്നെ. വി ഡി സതീശൻ വലിയ ഇഷ്ടമാണ്.
വലിയ ഇഷ്ടമാണ്. എനിക്ക് കാരണം എല്ലാരും ഇഷ്ടമാണ്. എനിക്കിപ്പോ എല്ലാവരും ഇഷ്ടമാണ്. കാരണം എത്രയേറെ ആത്മവിശ്വാസം UDF-ന്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞ 5 വർഷക്കാലം നേരം ഞാനിങ്ങനെ ചിന്തിക്കാറ്, എവിടെ നിന്നാണ് ഈ ആത്മവിശ്വാസം? 63 എന്ന് പറഞ്ഞു ഒരിക്കൽ, 63 കൃത്യമായി. ഈ കഴിഞ്ഞ പ്രവചനം എങ്ങനെയാണ് അത് ഞാനും സത്യം പറഞ്ഞ ആലോചിക്കാറ്, എങ്ങനെയാണ് ഇത് പറ്റുന്നതെന്ന്. ഇത്രയൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഒരു വിഷമം വരത്തില്ലേ? അത് മോശമല്ലേ എന്ന് ജനങ്ങൾ ചോദിക്കില്ലേ? ഇഷ്ടമാണ്. അത് ഞാൻ പറഞ്ഞു. അത് മതി. നോ കമന്റ്സ് എന്നൊക്കെ. എല്ലാവരോടും ഇഷ്ടമാണ്, എല്ലാവരോടും. KC, RC, VD. പിന്നെ ബഹുമാനപ്പെട്ട KC, അതുപോലെ RC, VD എല്ലാവരോടും ഇഷ്ടമാണ്, ഒരുപോലെ ഇഷ്ടമാണ്. പഠിച്ചെടുത്തോണ്ടിരുന്ന ഡയലോഗ് കേട്ടോ. എനിക്ക് എല്ലാരും ഇഷ്ടമാണ്, എന്നോട് ചോദിക്കില്ലേ? വലിയ ഇഷ്ടമാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഫോട്ടോകളൊക്കെ കൊടുത്തുവിടാട്ടോ. കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം വളരെയധികം അഡോർ ചെയ്ത് അങ്ങനെയൊന്നും പെടില്ല. ചടപടി എന്നാവാം നമുക്ക്. സാദിഖലി തങ്ങള് പിന്നെ തങ്ങളെയും തങ്ങളോട് മറ്റൊരു തരത്തിലുള്ള ഇഷ്ടവും കൂടിയുണ്ട്. ഒരു അനിവാര്യമായ ഒരു ഇഷ്ടമുണ്ടല്ലോ, നമ്മുടെ ഒരു വിശ്വാസപരമായ ഇഷ്ടം കൂടെ, അതിനകത്തുണ്ട് അഹ്ലു ബൈത്തിന്റെ ഒരു ഇഷ്ടം കൂടെ തങ്ങളോട് അധികമുണ്ട്. തങ്ങൾ ഇന്നലെ വിളിച്ചു 10:30 വരെ. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രശ്നമുണ്ട്, തങ്ങളെ പോലെയുള്ള ഒരാളുടെ ആ സമയം വരെ ഞാൻ ഓടി എത്താൻ ബ്ലോക്ക് പെട്ടുകൊണ്ടാണ്. ഇന്നലെ രാത്രി 10:30 കാണുന്നത്. ഒരുപാട് നേരം തമാശ പറഞ്ഞു. ഞാനങ്ങനെ തങ്ങൾ പിന്നെ ഞാൻ പറയുമ്പോൾ തങ്ങൾ ചിരിച്ചു, ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ. എന്തായാലും പിന്നെ അതുപോലെ എൻ്റെ ഭാര്യ മാധവ് മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, കണ്ണൂരിലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരിഗണന, ഒരു പുതിയാപ്പിള, കണ്ണൂരൊക്കെ പുതിയാപ്പിളയാണല്ലോ, ഭാര്യ വീട്ടിലാണ് താമസം. അപ്പോൾ മകനേക്കാളേറെ ഇഷ്ടം അവർക്ക് പെൺമക്കളുടെ ഭർത്താക്കന്മാരോടാണ്. അപ്പോൾ ആ ഇഷ്ടവും സ്നേഹവും ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്. അവരുടെ ഒരു പുയ്യാപ്പിളയാണ്. എന്തായാലും തങ്ങളോടും വലിയ ഇഷ്ടമാണ്. അബ്ദുൾ റഷീദിന്റെ ലീഗ് ബന്ധം തപ്പിയെടുക്കുവാരെങ്കിലും? ഇല്ല, അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും. എം സ്വരാജ് വാക്ചാരുതി ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ CPM-ൽ CPM നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ യൂട്യൂബിലൊക്കെ കേട്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് സ്വരാജാണ്. നന്നായി ഒഴുക്കിൽ അദ്ദേഹം ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അദ്ദേഹം അതേ ഒഴുക്കിലാണ്, അനർഹമായ തോൽവി എന്നാണ് പറഞ്ഞത്. ഉദാസീനരും അരാഷ്ട്രീയവുമായ വാദം അല്ല, അത് ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വായന, അദ്ദേഹത്തിൻ്റെ പിന്നെ അറിവ്, അതിനോടൊക്കെ ഒരു ചെറിയ നമുക്ക് അങ്ങനെയുണ്ടല്ലോ. പൂക്കളുടെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാറുണ്ട്. അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും ശക്തമായി നിലമ്പൂർ ഇലക്ഷനിൽ ഇദ്ദേഹത്തിനെതിരെ പോയി പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിൻ്റെ പരന്ന വായനയെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ, സംസാര രീതികളൊക്കെ ഇഷ്ടമാണ്. പിണറായി വിജയൻ ശക്തനായ എതിരാളി തീർച്ചയായും. കാരണം കേരളത്തിലെ 6 പതിറ്റാണ്ട് കാലം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച ഒരാളാണ്. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞാനൊരു പക്ഷേ എൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരാളാണ്. പിണറായി വിജയൻ്റെ നയങ്ങൾക്കെതിരെയാണ്, പിണറായി വിജയനും എതിരെയാണ്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, പിണറായി പാറപ്പുറത്ത് ഉദയം കൊണ്ട പാർട്ടിയുടെ ഉദകക്രിയ നടത്താനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും CPM-ൽ ഏറ്റവും അണികൾക്ക് എന്താ പറയുക, CPM അണികൾക്ക് വലിയ ആവേശം നൽകുന്ന ഒരു നേതാവാണ്. ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആ വിമർശിക്കുമ്പോഴും ഞാൻ വ്യക്തിഹത്യ നടത്തിയിട്ടൊന്നുമില്ല. രാഷ്ട്രീയപരമായി അദ്ദേഹത്തിൻ്റെ നയങ്ങളോട്, നിലപാടുകളോട്, അദ്ദേഹത്തിൻ്റെ ചില രീതികളുണ്ടല്ലോ, ഇപ്പം പെരുമാറുന്ന രീതികൾ, ധാർഷ്ട്യത്തിന്റെ ഭാഷയുണ്ടല്ലോ, വീട്ടിൽ പോയി പറയുമെന്നുള്ളതിന്റെ പ്രചാരണം അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വോട്ടുകൾക്ക് നന്ദിയുണ്ട്. ഇനി നേരിട്ട് കാണുവാണെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായിരിക്കും? ഒന്നുമില്ല, അങ്ങനെ ചിരിക്കും. എന്തായാലും ആദ്യം കാണുമ്പോൾ ചിരിക്കും, സുഖമാണെന്ന് ചോദിക്കും. കാണാൻ അവസരം കിട്ടിയിട്ടില്ല, കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായിരിക്കും പിണറായി വിജയനോടുള്ള പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ ഇപ്പോൾ കോൺഗ്രസ് എതിർക്കുന്നിടത്തോളം കാലം ഞാനും എതിർത്തുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചൊരു താല്പര്യമോ ഇതോ അദ്ദേഹത്തോടില്ല. മലയാളികൾക്കെതിരെ അദ്ദേഹം എടുക്കുന്ന എല്ലാ നിലപാടുകളെയും വിമർശിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇത്രയധികം വോട്ട് കിട്ടാൻ പ്രധാന കാരണക്കാരൻ എന്ന നിലയിൽ നന്ദിയുണ്ട് സാറേ. അദ്ദേഹം എടുക്കുന്ന എല്ലാ നിലപാടുകളെയും വിമർശിക്കുക എന്നുള്ളതാണോ രാഷ്ട്രീയം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എടുക്കുന്ന ജനവിരുദ്ധമായ കാര്യങ്ങളെ, ഞാനത് പറഞ്ഞില്ലേ, ഞാൻ തുടക്കം മുതൽ പറയുന്നത് ഒരു കാര്യമാണ്. രാഷ്ട്രീയ വിയോജിപ്പുകൾ, ജനങ്ങൾക്ക് എതിരായി എടുക്കുന്ന എല്ലാ നിലപാടുകളെയും അദ്ദേഹം എടുക്കുന്നിടത്തോളം കാലം വിമർശിച്ചുകൊണ്ടേയിരിക്കും, ഏറ്റവും മാന്യമായി എതിർത്തുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് പതുക്കെ പഴയ കാലങ്ങളിലേക്ക് പോയാൽ, പഠനകാലത്ത് പോലീസ് സംരക്ഷണത്തിലിരുന്ന് പഠനം പൂർത്തിയാക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. തീർച്ചയായും അതിനെപ്പറ്റി
ഞാൻ പിന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പാലയാട് പഠിക്കുമ്പോഴാണ് LLBക്ക് സെക്കൻഡ് ഇയറിൽ ഉണ്ടാകുന്ന സമയത്താണ് തുടർച്ചയായി അടിയാണ്. അപ്പോൾ ഒരു ദിവസം ചായ കുടിക്കാൻ പോകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ 5-6 ആൾ കൂട്ടിക്കൊണ്ട് ബാത്റൂമിൽ കയറിയതേ ഓർമ്മയുള്ളൂ, പിന്നെ ബോധം പോയി. തുടർച്ചയായി അടിയായിരുന്നു. അത് കഴിഞ്ഞ് പോലീസ് സംരക്ഷണത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ കോളേജിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. പാലയാട് യൂണിവേഴ്സിറ്റി ഷംസീറൊക്കെ പഠിച്ച ക്യാമ്പസാണ്, ഈ ധർമ്മടത്താണിത്. സംഘടനാ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ KSU പ്രവർത്തനം തുടങ്ങി. അത് SM കോളേജിലൊക്കെ ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. പിന്നെ പോകുന്ന സ്ഥലത്ത് ആ സമയത്തൊക്കെ പിന്നെ ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് കുറച്ച് കാലം ഞാൻ ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രസംഗിക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ 1-2 പ്രസംഗവേദികളിലൊക്കെ അടി കിട്ടി. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തുടർച്ചയായി പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഒരു ദിവസം അടി കിട്ടി ആശുപത്രിയിൽ കിടന്ന് ഒരു തെരഞ്ഞെടുപ്പ് ദിവസമാണ്. അന്നേരമാണ് പോലീസിൻ്റെ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു SB സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥൻ വരുന്നത്, നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേണ്ട, പോലീസ് പ്രൊട്ടക്ഷൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, എപ്പോഴും പോലീസുകാർ കൊണ്ടുനടക്കാം. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും പിന്നെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഒരു അടി നടന്നു, പോലീസിൻ്റെ സാന്നിധ്യത്തിൽ. അപ്പം പിന്നെ ഒരു ദിവസം നേരെ പോലീസുകാർ എന്നെ കൂട്ടിക്കൊണ്ടുപോയി അടുത്ത തലശ്ശേരി ASPൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, പിന്നെ നേരെ SP അന്ന് രാഹുലാർ നായരായിരുന്നു, എന്ന് പറഞ്ഞു 2 ഗൺമാന്മാർ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ട സാറേ എന്ന് പറഞ്ഞു. അല്ല, നിങ്ങളുടെ കൂടെ വരും, പോലീസിൻ്റെ തീരുമാനമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. അങ്ങനെ പിന്നെ കുറച്ച് ആൾ 2 പോലീസിൻ്റെ അവസ്ഥ. ആ ഒരു പഴയ സിനിമയിൽ മുകേഷ് അതേ അവസ്ഥയായിരുന്നു, ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. പക്ഷേ പോലീസ് സമ്മതിച്ചില്ല. അവസാനം ആ SP മാറിയിട്ട് ഡോക്ടർ ശ്രീനിവാസ് പുതിയൊരു SP വന്നേ പിന്നെയാണ് അപ്പോഴത്തേക്ക് കുറേ മാസങ്ങളോളം പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. വ്യക്തി ജീവിതത്തിലേക്ക് വന്നാൽ ഈ രാഷ്ട്രീയത്തിലേക്ക് വരാൻ സ്വാധീനം ചെലുത്തിയ ഏതെങ്കിലും ഒരു വ്യക്തി ജീവിതത്തിലുണ്ടോ? പിതാവാണ്, ഉപ്പയാണ്. ഇപ്പോൾ ഭയങ്കര KK കരുണാകരനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. DAC രൂപീകരിച്ചപ്പോൾ DAC പോയ ഒരാളാണ്, DACക്ക് വോട്ട് ചെയ്ത ഒരാളാണ്. പക്ഷെ ഉമ്മ കോൺഗ്രസ് ആയിരുന്നു അന്ന്. ഉപ്പ DAC സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു, ഉമ്മ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. പിന്നെ വീടിൻ്റെ അടുത്തുള്ള പ്രാദേശികമായ നേതാക്കന്മാരൊക്കെ അവിടെ കലാവേദി, ചെറിയ ഈ ബാലസംഘടനയുടെ പ്രവർത്തനങ്ങൾ, പിന്നെ എന്താ പറയുക, കേരളത്തിനടുത്ത് മുഴുവൻ നമ്മൾ ഏറ്റവും മുമ്പിൽ നിൽക്കുമല്ലോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. അങ്ങനെ K സുധാകരനുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണല്ലോ. അപ്പോൾ ഒരു രാഷ്ട്രീയ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ സുധാകരന്റെ പേര് പറയാൻ സാധിക്കുമോ? രാഷ്ട്രീയത്തിൽ സുധാകരൻ കൈപിടിച്ചിട്ടുണ്ട്. കൈപിടിച്ചെന്ന് വെച്ചാൽ +2 കഴിഞ്ഞ് പയ്യന്നൂർ കോളേജിലേക്ക് പോകാൻ തീരുമാനിച്ച എന്നെ SM കോളേജിലേക്ക് മാറ്റി ചേർക്കുന്നത് സുധാകരനാണ്. അപ്പോൾ സുധാകരൻ ഭാര്യയോട് പറയും നമുക്ക് മക്കൾ 2 അല്ല 3 ആളാണെന്ന് പറയും. അപ്പോൾ സുധാകരൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഭക്ഷണം. ഞാൻ എൻ്റെ വീടും കോളേജും തമ്മിൽ 100 കിലോമീറ്ററിലധികം വ്യത്യാസമുണ്ട്. അപ്പോൾ ടൗണിൽ തന്നെയാണ് താമസിച്ചുണ്ടായിരുന്നു ഹോസ്റ്റലിൽ. അപ്പം വീട്ടിൽ പോയ ഭക്ഷണം കഴിക്കും. ആദ്യമായിട്ട് നല്ലൊരു മൊബൈൽ വാങ്ങിത്തന്നത് സുധാകരനാണ്. അത് സെറ്റ് ഓർമ്മയില്ല, ഒരു പിന്നെ നല്ലൊരു ബാഗ്. ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ ട്രെയിനിലെ ഒരു ബാഗ് ചെറുതായി കയറിയിട്ടുണ്ട്. വീട്ടിലേക്ക് വന്നു നല്ലൊരു ലെതറിൻ്റെ ബാഗ് തന്നത്, നല്ലൊരു വാച്ച് തന്നത്. അങ്ങനെ ആ 2 മക്കളോടുള്ള അതേ വാത്സല്യവും സ്നേഹവും എന്നോട് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പിന്നെ സ്ഥാനമാനങ്ങളിലും തീർച്ചയായും എല്ലാ കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മത്സരിക്കുന്ന സമയത്തും എല്ലാവിധ പിന്തുണയും സഹായം അദ്ദേഹത്തിൻ്റെ വലിയ സഹായം തന്നെയാണ്. കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ വലിയൊരു പിന്തുണയും കൂടിയാണ്. വേറൊരു ചോദ്യം കൂടെ, തിരഞ്ഞെടുപ്പിൽ ജയിച്ച MLA, അപ്പം RCVC VD ആരെയായിരുന്നു പിന്തുണയ്ക്കുന്നത്? വിടാൻ ഉദ്ദേശമില്ല ഒരു മറുപടി. അതൊരു സ്ഥിരവാചകമാണോ? സ്ഥിരവാചകമല്ല, അത് ഞങ്ങൾക്ക് ഗ്രൂപ്പില്ല. അങ്ങനെയല്ല. ഞാൻ ഇനിയും പിന്നെ പ്രവർത്തകരുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ട ഒരാളാണെന്നുള്ള ബോധ്യമാണ്. അപ്പം സ്വാഭാവികമായിട്ടും പാർട്ടി ആരെ തീരുമാനിക്കുന്നു പിന്നെ നേതാവിൻ്റെ ആ തീരുമാനത്തെ അംഗീകരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒരു നേതാവ് മാറി നിൽക്കേണ്ടി വരുമല്ലോ. അവരോട് ഏറ്റവും നന്നായി അടുത്ത് ആ പഴയ സ്നേഹത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണമെന്ന് വിശ്വസിക്കണം. കാരണം നാളുകളിൽ നമ്മൾ പാർട്ടി പ്രവർത്തകരോട് പോയിട്ട് നിങ്ങൾ അച്ചടക്കം പാലിക്കണം, നിങ്ങൾ വിഭാഗീയത കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അന്ന് നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, അന്ന് പരസ്യ പ്രസ്താവന നടത്തിയില്ലേ എന്നൊക്കെ. ഇപ്പം തന്നെ സത്യം പറഞ്ഞ സങ്കടമാണ്. തെരഞ്ഞെടുപ്പ് ദിവസം അറിയാണ്ട് വായി നിന്ന് പറഞ്ഞു പോയതാണ്, അത് വിഷമം കൊണ്ട് പറഞ്ഞതാണ്. പിന്നെ പറയാൻ പാടില്ലായിരുന്നു. എന്നാലും അച്ചടക്ക വിരുദ്ധ അത് ശരിയാണ്. ഒരു പിന്നെ എൻ്റെ ഉള്ളിലുള്ള വിഷമം അന്ന് വന്നു പോയതാണ്. കാരണം എന്താ അറിയോ, ജയിക്കാമായിരുന്നല്ലോ. ഈ ഒരു സാഹചര്യവും അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാണ്. പക്ഷെ എന്നാലും പ്രശ്നമില്ല, അത് പിന്നെ നേതാക്കന്മാരത് മനസ്സിലാക്കി. സമയത്താണേലേ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റിസൾട്ട് വന്ന രാത്രിയാണോ, ആ തിരഞ്ഞെടുപ്പിന് പോയ സമയങ്ങളിലാണോ ഉറക്കമില്ലാത്തൊരു രാത്രി? ഞാൻ പിന്നെ എങ്ങനെ കഴിഞ്ഞു എന്ന് എനിക്കും അറിയില്ല. ഈ പ്രഖ്യാപിച്ച സമയം മുതൽ, പ്രചരണം തുടങ്ങിയ സമയം മുതൽ രാവിലെ 5:30 സ്കാരൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു 5:30 ഇറങ്ങും, 5:45 ഇറങ്ങും. അപ്പോൾ മോർണിംഗ് വാക്കാം. സത്യം പറഞ്ഞാൽ താല്പര്യമില്ലെങ്കിൽ പോകാതിരിക്കാൻ കഴിയില്ല. ഇവർ രാവിലെ എല്ലാവരും മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് 6 മണിക്ക് റെഡിയായി നിൽക്കും. അപ്പോഴത്തേക്ക് 5:30 ആകുമ്പോൾ വിളി വരും. അപ്പോൾ സ്വാഭാവികം നമ്മൾ പോയാലല്ലേ മോർണിംഗ് വാക്ക് നടക്കുകയുള്ളൂ.
അപ്പോൾ 6 മണിയാകുമ്പോഴത്തേക്ക് ആ സ്ഥലത്തേക്ക് എത്തണം. മണ്ഡലത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കായിരിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും മോർണിംഗ് വാക്ക്. അത് കഴിഞ്ഞാൽ ഉടനെ കുളിച്ച് ഫ്രഷായി പ്രചരണം തുടങ്ങും. പിന്നെ ഇടയിലൊക്കെ ടൈറ്റ് ഷെഡ്യൂളാണ്. കാരണം പരമാവധി ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നല്ല കമ്മിറ്റിയായിരുന്നു. ഒരു ടൈറ്റ് ഷെഡ്യൂൾ ഇട്ടാൽ ഉച്ചക്കൊന്നും ഭക്ഷണമൊക്കെ ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ ഇരുന്ന് പോലും കഴിക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരുപാട് കാവ്, ഈ ഉത്സവ സീസണായിരുന്നു അവിടുത്തെ. 10 മണി ആവും ഏകദേശം കഴിയുമ്പോൾ. പിന്നെ ഉത്സവങ്ങളിൽ അതുപോലെ തന്നെ ഉത്സവ പറമ്പുകളിലൊക്കെ പോയിട്ട് അതുപോലെ സന്ദർശനം, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് 2:30 പുലർച്ചെ 2:30 ആകുമ്പോൾ ഒന്ന് വന്ന് മയങ്ങുക. അപ്പോഴേക്കും വീണ്ടും എണീക്കാനാവും. അങ്ങനെ ഉറങ്ങാതെ, അത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസം ഉറങ്ങാൻ പറ്റിയില്ല. സന്തോഷം കൊണ്ടുള്ള ഇതാണോ? ഒരു ദിവസം അന്ന് സന്തോഷം കൊണ്ടുള്ള ഉറക്കില്ലായ്മയായിരുന്നു. അന്ന് സന്തോഷം ഉണ്ടായിരുന്നു, സങ്കടം ഉണ്ട്. രണ്ടും കയ്യിൽ വന്നത് അതെ അതെ. ജയിക്കായിരുന്നല്ലോ എന്നുള്ള ഒരു ടെൻഷൻ ഇങ്ങനെ വല്ലാതെ. ഇപ്പൊ അത് മാറി. ആളുകളുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വാഹനത്തിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട്. അത് UDF തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ഒരു സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി ഒരിക്കലല്ല. അങ്ങനെ ഒരു കൃത്രിമത്വം ഒരു ഘട്ടത്തിലും ഞാൻ പിന്നെ പറഞ്ഞു, ഒരു ഘട്ടത്തിലും അത് ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം. അന്ന് കൈതപ്പുറത്ത് പോലീസ് വന്നിരുന്നു, അതിൽ കേസെടുത്തിട്ടുണ്ട്. അതെല്ലാവരും കണ്ടതാണ്. ഈ പറയുന്ന പോലെ കൈതപ്പുറത്ത് വെച്ച് തടഞ്ഞതും വാഹനത്തിന് നേരെ അക്രമം ഉണ്ടായതും ചീത്ത വിളിക്കുന്നതും ഒക്കെ അതിൻ്റെ വീഡിയോകളൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതിൽ കേസെടുത്ത് CPM-ന്റെ സജീവ പ്രവർത്തകനെതിരെയാണ് കേസെടുത്തത്. അതുപോലെ മുഴപ്പിലങ്ങാട് ഈ ചീത്ത വിളിക്കുന്ന സമയത്ത് അവിടെയുള്ള CPM പ്രവർത്തകൻ തന്നെയാണ് ആ പ്രതിയെ പിടിച്ചുകൊണ്ടത്. എന്നിട്ട് അവിടുത്തെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സോറി സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവരിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും അക്രമകാരികളല്ല, എല്ലാവരും ഇതുപോലെ ഏകാധിപത്യം. കാരണം അത് വലിയ മാറ്റമാണ്. സാധാരണ അവരൊരു തീരുമാനം എടുത്ത് എല്ലാവരും അതിൻ്റെ പുറകെയാണ്. അടിക്കാൻ തീരുമാനിച്ചാൽ എല്ലാവരും അടിക്കും. ഇത് ചീത്ത വിളിക്കുമ്പോഴും പിടിച്ചു വെക്കാൻ CPM-ൽ തന്നെ അവിടുത്തെ പഴയ മുഴപ്പിലങ്ങാട്ടിലെ അതിൻ്റെ LDF-ന്റെ നേതാക്കന്മാരുടെ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 തരത്തിലും ഉണ്ട്. അങ്ങനെ എല്ലായിടത്തും ഒരുപോലെയല്ല, പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഈ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ ഒരു സ്ഥിര അംഗമായിരുന്നില്ലേ? അപ്പൊ അത് നൽകിയ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം ഞാനിങ്ങനെ ഒരു ദിവസം രാവിലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓരോരൊക്കെ അവസരം കിട്ടും. അപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ പാലക്കാട് വെച്ച് രാവിലെ അന്ന് ഞങ്ങൾക്കായിരുന്നു ഓരോ ബാച്ചിനായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി അടുത്തുനിന്ന്. ഞാൻ നോക്കുകൊണ്ട് പാവം മനുഷ്യനിങ്ങനെ ഉറക്കച്ചടവിൽ ഇറങ്ങാൻ രാത്രി വരെ ഇതിൻ്റെ പരിപാടിയൊക്കെയാണ്. വളരെ വൈകിയൊക്കെ അവസാനിപ്പിക്കുക. ഞാനിങ്ങനെ ചിന്തിച്ചു, കാരണം രാഹുൽ ഗാന്ധി നടക്കാതെ ഈ യാത്ര 1 ഇഞ്ച് മുമ്പോട്ട് പോയില്ല. നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ക്ഷീണം വന്ന് നമുക്ക് വണ്ടി കയറാം, ഇടയ്ക്കൊന്ന് പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ വെള്ളം കുടിക്കാം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം. പക്ഷേ ഈ മനുഷ്യനിങ്ങനെ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. അതൊരു വലിയ ത്യാഗമായിരുന്നു. അങ്ങനെ ഒരാൾക്കും ആവില്ല ഇങ്ങനെ ഒരു ത്യാഗത്തിനെന്ന് മനസ്സിലായി. രാഹുൽ ഗാന്ധിയോട് എന്താ പറയുക, ഇഷ്ടം ഇങ്ങനെ കൂടി വന്ന ഒരു എക്സ്പീരിയൻസാണ്. പിന്നെ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ഏറ്റവും വലിയൊരു ഐതിഹാസികമായൊരു പോരാട്ടമായിട്ട്. കാരണം അത് നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ആളുകളുടെ രാഹുൽ ഗാന്ധിയോടുള്ളൊരു താല്പര്യം. അന്നത്തെ രമ്പി ആർത്തിട്ട് ഇങ്ങനെ ആളുകൾ വന്ന് കാണാൻ, പുരിവെയിലത്തൊക്കെ ചെറിയ കുഞ്ഞുമക്കളെ, നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ട് നടന്ന ഒരുപാട് ആളുകളുണ്ട്, ചെറിയ കുഞ്ഞുമക്കളെ. അങ്ങനെ ഒരുപാട് നല്ല അനുഭവം ഭാരത് ജോഡോ യാത്രയിലുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിലെ ഒരു പ്രവർത്തനം? ഞാൻ ബാലവേദി മുതൽ സംഘടനയുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും കൂടി വന്ന ഒരാളാണ്. ബാലവേദിയുടെ ഏറ്റവും താഴെത്തട്ട് ബ്ലോക്ക് കോർഡിനേറ്റർ മുതൽ ജില്ലാ ചെയർമാൻ വരെ അതിൻ്റെ സംസ്ഥാനത്തെ കമ്മിറ്റിയിലൊക്കെ. അത് കഴിഞ്ഞ് KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ്, സ്കൂൾ ലീഡറായിരുന്നു, ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു, അതുപോലെ ജില്ലാ ഭാരവാഹിയായിരുന്നു, ജില്ലാ പ്രസിഡന്റ് ചെറിയൊരു സമയം. അത് കഴിഞ്ഞ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഭിജിത്ത് പ്രസിഡന്റും ഞാൻ വൈസ് പ്രസിഡന്റ്. അഭിജിത്തും ഞാനും തമ്മിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇതിൽ ഇന്റേണൽ പ്രസിഡന്റിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ചത്. അപ്പം അഭിജിത്ത് പ്രസിഡന്റ്, ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. 5 വർഷക്കാലം സജീവമായിട്ട് ഓടിയിരുന്നു. പിന്നെ KPCC മെമ്പർ, അപ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പിന്നെ KPCC മെമ്പറായി, പാർട്ടിയിൽ ഭാരവാഹിത്വം തന്നു ഞാനും അഭിജിത്തൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ യൂത്ത് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പാനൽ ഉണ്ടായിരുന്നു, പക്ഷേ വോട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാന നിമിഷമാണ് ഞാൻ നോമിനേഷൻ കൊടുക്കുന്നത്. അപ്പോൾ KSU കാലത്തെ ബന്ധം ഉപയോഗിച്ചിട്ട് ഒറ്റയ്ക്ക് തന്നെ നിന്ന് സംസ്ഥാന പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു നേതാക്കന്മാരുടെ, പക്ഷേ വോട്ട് വാങ്ങുമ്പോൾ ഒരു ഒറ്റക്കായി പോയ പോലെയുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെ ജനറൽ സെക്രട്ടറി ആയതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ കാസർഗോഡ് ജില്ലയിലെ ചുമതലയാണ്. സമരങ്ങളിലൊക്കെ പങ്കെടുക്കും, സംഘടന ചുമതലകൾ വഹിച്ചു. പക്ഷെ കൂടുതൽ സമയം ഈ തളിപ്പറമ്പ് കേന്ദ്രീകരിച്ചതുകൊണ്ട് ഇനിയിപ്പം കുറച്ചുകൂടി യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടന പരിപാടികൾ ഫ്രണ്ട് സർക്കിൾ എല്ലാവരുമായിട്ടും ഇപ്പം OJ-ആയിട്ടും ഒക്കെ നല്ല ആത്മബന്ധമാണ്. നല്ലൊരു ടീമായിരുന്നു. ഞങ്ങൾ ഒരേ ബാച്ചിലുള്ളവരാണ്, ഒരേ കാലത്ത് KSUവിൽ നേതൃനിരയിൽ നിന്നവരാണ്. അപ്പോൾ അതിൽ അബിനും ജനീഷും ഇപ്പോൾ അഭിജിത്തും MLA-മാരായി. ധർമ്മടത്ത് ഒരു ഫുൾ കോൺഫിഡൻസ് പറഞ്ഞത് അബിൻ വർക്കിയായിരുന്നു. അതെ, അബിൻ എന്നോട് തലേദിവസം ചോദിച്ചു എന്താ സംഭവം. അപ്പം നമ്മളെല്ലാവരും വിളിക്കാറുണ്ട്. അഭിജിത്തൊക്കെ രാത്രി ഏതെങ്കിലും സമയത്തൊക്കെ വിളിക്കും. അപ്പോൾ അവരുടെ ഫോൺ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഫോൺ തരും ഈ പ്രചരണത്തിൻ്റെ ഇടയിൽ. അപ്പോൾ അബിൻ ചോദിച്ചു എന്താ സംഭവം. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ധൈര്യമായിട്ട് പിന്നെ ഇരുന്നു. ആദ്യത്തെ 2 റൗണ്ട് എന്തായാലും നമ്മൾ ലീഡ് ചെയ്യും. 3-ാം റൗണ്ട് അഞ്ചരക്കണ്ടി പഞ്ചായത്താണ്. 3-ാം റൗണ്ട് അടി പോയാലും നമ്മൾ 4-ാം റൗണ്ടിൽ കയറും. ഞാൻ എന്തായാലും ജയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അബിൻ ചിരിച്ചു.
അപ്പോൾ എന്നോട് ചോദിച്ചു നീ എന്ത് കണ്ടിട്ട് ഈ 2 റൗണ്ട്, ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് ഉറപ്പ് നീ തെരഞ്ഞെടുപ്പിൻ്റെ 2ാം റൗണ്ട് വരുമ്പോൾ എന്നെ വിളിക്കണം എന്നും കൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞേടാ നീ എന്ത് കണ്ടിട്ട് ഈ പറയുന്നത്, ധർമ്മടത്തോ ഇതുവരെ നമ്മൾ ലീഡ് പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു അഭിനെ നീ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. ആ വിളി അപ്പോൾ എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ആ ഇൻ്റർവ്യൂ അഭിനത് കൃത്യമായി ഞാൻ പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റും പറഞ്ഞു എന്തെങ്കിലും നെഗറ്റീവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവസാനത്തെ 2 പഞ്ചായത്തുകളായിരിക്കും, ധർമ്മടവും അതുപോലെ തന്നെ പിണറായി പഞ്ചായത്തായിരിക്കും എന്നും കൂടെ പറഞ്ഞു. അഭിനത് കറക്റ്റ് ഏതൊരു ചാനലിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതും വലിയൊരു തലേദിവസം വലിയ വാർത്തയായിരുന്നു. ധർമ്മടത്ത് റഷീദിനെ നിർത്തിയത് ഒരു പ്രത്യേക വോട്ടുകളുടെ ഏകീകരണത്തിനാണ് എന്നുള്ള രീതിയിലൊരു ആരോപണമുണ്ട്. എന്തൊരു പരിഹാസ്യമാണ്. ഇപ്പൊ ഈ 50,000 വോട്ടിന് മുന്നിലായിരുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നിലായിരുന്നത്, അതിനു മുമ്പ് ഈ വലിയ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഈ മേഖലകളൊന്നും ഇതിപ്പം എന്താ പറയണ്ടേ, UDF ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും UDF ഭരിച്ച പഞ്ചായത്തുകളല്ല, UDF സ്വാധീനം ഉള്ള എന്താ പറയുക, UDF ഏതെങ്കിലും കാലത്ത് ഭരണത്തിലിരുന്ന പഞ്ചായത്തുകളല്ല. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിന്റെ റൗണ്ടിലേക്ക് കയറിയപ്പോഴും അദ്ദേഹം പിറകു പോയതിന് എന്തൊരു അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ പറയും. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. വോട്ടിൽ ജാതി മതം വർഗം വർണ്ണമൊന്നുമില്ല. വോട്ട് ഒരു സാധാരണക്കാരൻ്റെ ആണ്. ആ വോട്ട് ചെയ്ത് ജനങ്ങൾ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാരണം ആ പഞ്ചായത്തുകളൊക്കെ ഭരിക്കുന്നത് പിന്നെ ഈ പറയുന്ന പോലെ CPM ആണ്. അങ്ങനെ ഇനി പറയുകയാണെങ്കിൽ 20% അവിടുത്തെ മൈനോറിറ്റി, 20%. 1% ക്രിസ്ത്യൻ മൈനോറിറ്റി. ടോട്ടൽ 20%. 80% മെജോറിറ്റിയാണ്. അങ്ങനെ ഇത് പറയുന്നതിന് മുമ്പ് അവിടുത്തെ ഈ സാമുദായികമായ കണക്കെങ്കിലും എടുത്തൊന്ന് നോക്കണ്ടേ, ആരെയാണ് ഇത് പറ്റിക്കുന്നത്? അതുകൊണ്ട് ഇതൊക്കെ ഈ ബാലിശമായ ആരോപണമാണ് എന്നുണ്ടെങ്കിൽ അടുത്ത തവണ ജനം അതിനുകൂടിയുള്ള മറുപടി ജനം പറയും, എന്തായാലും തീർച്ചയായും പറയും. തീപ്പൊരി പ്രസംഗങ്ങളിലേക്ക് പോയി. അതെ. നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? വീണ്ടും റാപ്പിഡ് ഫയർ റൗണ്ടാണ്. അപ്പോൾ ഫയർ ആയിട്ടുള്ള ഒറ്റ വാക്കിലെ മറുപടിയാണ് നമുക്ക് വേണ്ടത്. അവിടെ പെട്ടെന്ന് വേണം. ആവർത്തിച്ച് കേൾക്കുന്ന മോട്ടിവേഷൻ തരുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗം അങ്ങനെയൊന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആരുടെ? നേരത്തെ സ്വരാജിന്റെ പേര് പറഞ്ഞിരുന്നു. CR മഹേഷിനോട് അങ്ങോട്ട് പോയി ഇടിച്ചു കയറി പരിചയപ്പെടണം, സൗഹൃദമാവണമെന്നും കരുതുന്ന ഒരു രാഷ്ട്രീയ നേതാവാരാണ്? അങ്ങനെ ആഗ്രഹിച്ചിട്ട് പരിചയപ്പെട്ടത് AK ആന്റണിയാണ്. ആഗ്രഹം ബാക്കിയുള്ളത് അങ്ങനെ അത്യാവശ്യം എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമാണ്. അങ്ങനെ ആഗ്രഹം ബാക്കിയുള്ളത് ഒന്ന് പ്രിയങ്ക ഗാന്ധിയായിട്ട് കുറച്ച്, രാഹുൽ ഗാന്ധിയായിട്ട് കുറച്ച് സൗഹൃദങ്ങളൊക്കെ സമയം കിട്ടിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയായിട്ട് കുറച്ച് സംസാരിക്കണമെന്നുണ്ട്. CPM ഒരു യുവ നേതാവിനോട് ഇഷ്ടം തോന്നിയത് ഇവൻ കൊള്ളാവല്ലോടാ അങ്ങനെ തോന്നിയ ഒരാളാരായിരിക്കും? ഇല്ല, അങ്ങനെ ആരെയും ഒരു സൗഹൃദം, ആത്മസൗഹൃദം അങ്ങോട്ട് പോയി സ്ഥാപിക്കണമെന്ന്, എല്ലാവരുമായിട്ടും സൗഹൃദം വേണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങോട്ട് പോയി സ്ഥാപിക്കണമെന്ന് ആരെയും. ആ സൗഹൃദത്തിൽ ഒരാളെ നമ്മുടെ കൂടെ കൂട്ടാമെന്ന് തോന്നിയ ആരെങ്കിലും ഒരാളുണ്ടോ? ഇവനെ കൊള്ളാലോ, ഇവനെ നമ്മുടെ കൂടെ കൂട്ടിയാലോ, അങ്ങനെ തോന്നിയ ഒരാളുണ്ടോ? എനിക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ആവുമ്പോൾ ഒരു CPM നേതാക്കന്മാരാവില്ലല്ലോ, അല്ലെങ്കിൽ DYP നേതാക്കന്മാരാവില്ലല്ലോ. അങ്ങനെ തോന്നില്ല. KSU കാലത്ത് ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യം KSU എന്ന് പറയല്ലേ? പാറുപതാകെ പറക്കു പതാകെ, ആകാശത്തിൽ ഒരു പതാക എന്ന് പറഞ്ഞ പതാകയോട് മുദ്രാവാക്യം വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രക്തസാക്ഷികൾ, അമരന്മാർ, അനശ്വരന്മാർ, ധീരന്മാർ അവർ നേതാക്കന്മാർ, ധീര രക്തസാക്ഷികളെ പിന്നെ നിങ്ങൾ ഉയർത്തിയ നീലക്കൊടികൾ ഞങ്ങളി വാനിൽ ഉയർത്തിക്കൊട്ടും. അതുപോലെ അമ്മേ ഇന്ദിരമാതാവേ, അങ്ങ് വടക്ക് ശാന്തിവനത്തിൽ. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഭയങ്കര വൈകാരികതയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ വിളിക്കും. രക്തസാക്ഷികളോട് വല്ലാത്ത ഹൃദയവികാരമാണ്. കാരണം അവരുടെ ഒരു തുള്ളി രക്തത്തിന് നമ്മുടെ ജീവിതകാലം മുഴുവനുള്ള പ്രവർത്തനത്തിന് സമാവില്ല എന്ന്. ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ ഇപ്പം നേതാക്കന്മാര് ചേർന്നിട്ട് കോമഡി ആക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, അതെന്തായാലും പ്രവർത്തിക്കും. ധൈര്യമായിട്ടിരുന്നു. നമുക്ക് ചെറിയാൻ ഫിലിപ്പിന്റെ ഒരു ക്ലിപ്പ് പുറത്തു വന്നിരുന്നല്ലോ. പറ്റിപ്പോയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എന്താ പറയുക, തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇതില് അദ്ദേഹത്തിന് നല്ല ബന്ധമാണ്. അതൊരിക്കലും അങ്ങനെ വേറൊരു തരത്തിൽ കാണരുത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി പോയി. അങ്ങനെ ഒരു മനുഷ്യൻ, നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹം ഒരു പെങ്ങള്, നമ്മളിപ്പം സൂക്ഷിക്കണമായിരുന്നു, ശ്രദ്ധിക്കണമായിരുന്നു. ക്യാമറ അത് അദ്ദേഹത്തിന് ചിലപ്പോൾ എല്ലാവരെയും പെട്ടെന്ന് എല്ലാവരെയും ആശീർവദിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി അദ്ദേഹം ബാക്കിയുള്ള എല്ലാവരോടും പിന്നെ എന്താ പറയണ്ടേ, മറ്റേ MLA-മാരെല്ലാം കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചിന്തിച്ച് കാണില്ല ബിന്ദു എൻ്റെ അനിയത്തിയാണല്ലോ എന്നുള്ള. പക്ഷെ ശ്രദ്ധിക്കണമായിരുന്നു. കോൺഗ്രസിന്റെ ഘടകകക്ഷി നേതാക്കൾ ഏറ്റവും ഇഷ്ടമുള്ളത് ആരോടാണ്? CP ജോണിനോട് വലിയ ഇഷ്ടമാണ്. എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അറിവിനോട് ഒരു വലിയ സംഭവമാണ് അദ്ദേഹം. ഘടകകക്ഷി നേതാക്കന്മാരിൽ ഏറ്റവും ഇഷ്ടം, അങ്ങനെയല്ല എല്ലാവരും ഇഷ്ടമാണ് ഞാൻ പറയില്ലേ, അങ്ങനെയല്ല, കുറച്ചധികം ഈ അറിവിനോടുള്ള, അതായത് അറിവുള്ളവരോട് നന്നായി സംസാരിക്കുന്നവരോട്, നല്ലോണം വായിക്കുന്നവരോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അക്കൂട്ടത്തിൽ എനിക്ക് CP ജോണിനോട് ഭയങ്കര ഇഷ്ടമാണ്. എത്ര കഴിച്ചാലും മതിവരാത്ത ഒരു ഭക്ഷണം, അതുപോലെ എപ്പോൾ കൊണ്ടു തന്നാലും ആ ഒരു ഭക്ഷണം കഴിക്കും,
അങ്ങനെ ഒരു ഭക്ഷണം ഏതാണ്? പിന്നെ ഈ നൈസ് പത്തിരി ഇല്ലേ, അതൊരു വലിയ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഡൊറോട്ടി എന്ന് പറയാതെ. പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു പാട്ട് കേട്ടാൽ ഞാനൊന്ന് റിലാക്സ് ആവും, അങ്ങനെ ഉള്ളൊരു പാട്ട് ഏതാണ്? അങ്ങനെ പഴയ പാട്ടുകളെല്ലാം ഇഷ്ടമാണ്. കണ്ണൂരിലായതുകൊണ്ട് അന്തിവിണ്ടിൽ അമ്പിളിക്കല കേൾക്കാറുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെ വിപ്ലവ ഗാനങ്ങളൊന്നുമില്ല, പഴയ സിനിമാ ഗാനങ്ങള്, പിന്നെ ബൈത്തുകൾ അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. ഫോണിൽ എപ്പോഴും കേൾക്കുന്ന ഒരു ബുർദ ബൈത്തുകൾ അങ്ങനെയൊക്കെ യാത്രകൾ ആത്മീയത കുറച്ച് കൂടുതലാണ്. ചെറുതായിട്ട് അങ്ങനെയില്ല, അങ്ങനെയല്ല, ഇഷ്ടമാണ്. നമ്മുടെ ചില അനിവാര്യമായ നമ്മുടെ എന്താ പറയേണ്ട കാര്യങ്ങളുണ്ടല്ലോ. CPM എന്ന രാഷ്ട്രീയ പാർട്ടിയോട് വിയോജിപ്പ് തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കാലത്തിനനുസരിച്ച് അവരുടെ പിന്നെ നയങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അക്രമ രാഷ്ട്രീയമാണ് നമ്മൾ കണ്ട. കാരണം ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ ആദ്യം കയറി പോകുമ്പോൾ എനിക്ക് ഇപ്പോഴും അടിയുടെ ഇങ്ങനെ ചില സമയം ഓർമ്മയിൽ വരും. നല്ല കരണക്കുറ്റിക്ക് നല്ല പുകച്ചൊരടി അടിച്ച ആളുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. അടിച്ചവര് രണ്ടുപേരും ഇപ്പോൾ രാഷ്ട്രീയത്തിലൊന്നുമില്ല, ഒരു SFIയുടെ അന്നത്തെ സീനിയർ നേതാക്കന്മാർ. ആദ്യം കയറി, കാരണം അവർക്കറിയാം പ്രാദേശികമായിട്ട് നടേടി കിട്ടിയിട്ടാണ് SM കോളേജിലേക്ക് കയറിയത്. ആ അടിയുടെ വേദന ഇപ്പോഴും മാറുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ പിന്നെ ഒരുപാട് സ്ഥലത്ത് ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഓടി വന്നു ഒരു പ്രകടനം ഇങ്ങനെ വരുന്ന കേട്ടു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അഭിവാദ്യം അർപ്പിച്ചാൽ. അപ്പോൾ അടുത്ത് വന്ന് നേരെ വന്ന ഒരൊറ്റ ചവിട്ടാണ്. തിരുമേനി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വാരിയലിനൊരു സ്ക്രാച്ച് വീണു, കുറേ കാലം കിടക്കേണ്ടി വന്നു. അപ്പം വെറുതെ വന്ന് ചവിട്ടിട്ട് പോകും. വെറുതെ അങ്ങോട്ട് കണ്ണൂരിലൊക്കെ അങ്ങനെ കണ്ടെടുത്തൊക്കെ ചില സമയത്ത് പ്രസംഗത്തിന് അല്ല, ഇതൊരു അനുഭവം. പിന്നെ കോളേജിലുണ്ടായ ക്രൂരം എൻ്റെ സീനിയറും എൻ്റെ സഹപാഠികളൊക്കെ അറിയായിരുന്നു. അപ്പോൾ എന്നോട് ചായ കുടിക്കുമ്പോൾ വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയ ഒരു സീനിയറാണ്. അതുവരെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നവരാണ്. പക്ഷെ പെട്ടെന്ന് അതെനിക്ക് ഭയങ്കര സങ്കടമായി. രാവിലെ ഒരു വർത്താനം പറഞ്ഞവരാ, അവര് ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ചറ പറ അടിക്കുകയാണ് ബാത്റൂമിൽ. MBA ബാത്റൂമിൽ വെച്ചിട്ടാണ് അടി കിട്ടിയത്. അതിനെ തുടർന്നൊക്കെയാണ് ഗൺമാൻ സുരക്ഷ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചോ എന്തൊരു മനുഷ്യത്താണ്. അവരൊക്കെ കൂടെ ഞാൻ ഇരുന്ന് പിന്നെ ഈ നമ്മുടെ എക്സാമിൻ്റെ സമയത്ത് ഒരുമിച്ചിരുന്ന് നമ്മൾ പഠിക്കാം. അപ്പം അങ്ങനെ കൂടെ ഇരുന്ന് പഠിച്ചവർ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരു കാര്യമില്ലാതെ, പ്രത്യേകിച്ച് ഞാൻ അവരോടൊന്നും ചെയ്തിട്ടില്ല, അവർക്ക് അടിക്കണമെന്നല്ല. ഇലക്ഷന് മുമ്പായിരുന്നു. അപ്പോൾ ഇലക്ഷന് മത്സരിക്കാൻ പാടില്ല, പാനൽ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു മനസ്സാക്ഷി ഇല്ലാതെ അടിച്ചപ്പോൾ അങ്ങനൊക്കെ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉണ്ട്. ഈ കിട്ടിയ അടിയെല്ലാം തടി കൊണ്ട് തടുത്ത മാത്രമുള്ള ഒരെണ്ണം തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ചുറ്റുള്ള ആളുകൾ മുഴുവൻ ഒരുമിച്ചടിക്കുമ്പോ. ഈ സിനിമകളിലെ ഡയലോഗുകൾ പറയാൻ പറഞ്ഞാൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നൊരു ഡയലോഗ് ഇതായിരിക്കും? അത് ചിലതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് എന്നെ വല്ലാതെ വെല്ലുവിളിച്ചോട് പറഞ്ഞു, നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ്, നിന്റെ തന്തയിലട എൻ്റെ തന്ത പറഞ്ഞിട്ട് ആവേശമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അത്യാവശ്യം ഡയലോഗൊക്കെ ഉപയോഗിക്കും. അത് ഈ അക്രമം നടക്കുന്നതും അങ്ങനെ, പക്ഷെ സ്ഥിരമായിട്ട് അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ല. നിലവിലുള്ള നടിമാരിൽ ഒരു ഇഷ്ടപ്പെട്ട നടിയുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരുടെ പേര് പറയും? മഞ്ജു വാര്യരോട് ചെറുപ്പത്തിലെ ഒരു ഇഷ്ടമാണ്, മഞ്ജു വാര്യരുടെ ക്യാരക്ടറുകളൊക്കെ. കണ്ണൂരിൽ നിഖില വിമലില്ലേ? നിഖില പിന്നെ ഇഷ്ടമാണ്, നല്ല ചിരിയാണ്. അതിനപ്പുറം അങ്ങനെ ഇഷ്ടമൊന്നും അങ്ങനെ നല്ല ചിരിയാണ്, നല്ല നടിയാണ്. ശരിക്കും മഞ്ജു വാര്യർ കുറച്ചും കൂടെ ആ ഏജ് ഗ്രൂപ്പിൽ വരുമ്പോഴത്തേക്കും അപ്പൊ മഞ്ജു വാര്യർ ആണല്ലോ. അങ്ങനല്ല, എനിക്ക് തോന്നുന്നു അബ്ദുൾ റഷീദിന്റെ കരിയറിൽ ഒരു സമാധാനമുള്ള തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനിയൊന്ന് ഉറങ്ങാമെന്നത് പോലെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഉറങ്ങാന്നല്ല, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന് വേണ്ടിയുള്ള ഓട്ടമായിരുന്നു കുറേ കാലമായിട്ട്. മത്സരിക്കണം, ജയിക്കണം. അപ്പം കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളോടൊപ്പം തന്നെ എല്ലാ ദിവസവും ആ തളിപ്പറമ്പിൽ ഓരോ സ്ഥാനാർത്ഥിയുടെയും കൂടെ ഞാൻ വീട് കയറി. മുനിസിപ്പാലിറ്റിയിൽ, പഞ്ചായത്തുകളിൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ കൂടെ. അവർക്ക് എല്ലാവർക്കും അറിയാം, അവിടുത്തെ ജയിച്ച ജനപ്രതിനിധികൾക്കെല്ലാം അറിയാം. അപ്പോൾ രാവിലെ എണീച്ച വൈഫ് ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഇലക്ഷൻ വരല്ലേ, ഈ സമയത്ത് നമുക്ക് യാത്ര. അപ്പം അവൾ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഡോക്ടറാണ്, 2 ചെറിയ മക്കളാണ്. അപ്പം യാത്രയൊക്കെ പോകാന്ന് പറയുമ്പോഴും ഞാനിങ്ങനെ പറയും, ദൂരം യാത്ര ഒന്നും വേണം, കാശ്മീരൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒക്കെ പറയും ഇലക്ഷൻ അല്ലേ, ഇനി ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നോക്കാമെന്നാണ്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടും അപ്പോൾ അങ്ങനെ മാറ്റിവെച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ചെറുതായിട്ട് സമയം കണ്ടെത്തിയിട്ട് ഫലം കാണട്ടെ. യൂത്ത് കമ്മീഷൻ ചെയർമാനായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മള് പിണറായി വിജയന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഈ നിലവിൽ ഇതിന് തെരഞ്ഞെടുപ്പിന് മുന്നത്തേക്കാളേറെ വ്യക്തിഹത്യകൾ ഇപ്പം വരുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതാണെങ്കിലും പ്രസംഗങ്ങളിലാണെങ്കിലും അദ്ദേഹത്തിനെ വലിച്ചു കീറുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നു. അദ്ദേഹം എപ്പോഴും ഒരു രൗദ്രഭാവമാണ്, പിണറായിയുടെ മുഖമുദ്ര എന്നൊക്കെ പറഞ്ഞ ആളുകൾ ആർട്ടിക്കിൾസ് എഴുതുന്നു. അപ്പോൾ അത്രയേറെ ഒരു വ്യക്തിഹത്യ അദ്ദേഹം അർഹിക്കുന്നുണ്ടോ?
അല്ല, അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, പ്രവർത്തനങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ രീതികളാണ് അദ്ദേഹത്തിന് ഇത്രയേറെ വിമർശിക്കപ്പെടാൻ കാരണം. അത് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് സ്വഭാവ രീതി, അദ്ദേഹം നടത്തിയ അഴിമതികൾ, അദ്ദേഹം നടത്തിയ സ്വജനപക്ഷപാതിത്വം, അദ്ദേഹം നടത്തിയ ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം, അദ്ദേഹത്തിൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും കലർന്ന നിലപാടുകൾ, തീർച്ചയായും അത് തിരുത്തിയാൽ ജനം വിമർശിക്കുന്നവരുണ്ട്. ജനം പിന്നെ അദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കില്ല. അത് തിരുത്താൻ ഇദ്ദേഹം ഈ സമയം വരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് വലിയ ഘടകമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ കൊലം കുത്തി തന്നെ അതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഹെൽമെറ്റ് കൊണ്ട് തലക്കടിച്ച് ഈ കുട്ടി ICU കിടക്കുമ്പോൾ പറയാണ് അത് എന്താ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയാണ്. അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ ജനത്തിന് വിമർശിക്കാൻ അവകാശമുണ്ട്. അതുപോലെ ആശാ വർക്കർമാരുടെ സമരത്തെ എന്താ പറയുക, ഈ രോഗം പെടുത്തുന്ന കൃമികൾ എന്ന് പറയാണ്. ജീവനക്കാരെ പിന്നെ അവർ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ അനർഹമായി നേടിയെന്ന് പറയാണ്. അങ്ങനെ ഈ അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യമൊക്കെ ഒന്ന് മാറ്റിയാൽ സ്വാഭാവികമായിട്ട് ജനത്തിനെതിരെ നിൽക്കുമ്പോൾ ജനം തിരിച്ചു പറയും, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ വിമർശിക്കപ്പെടണം. ഭരണാധികാരികൾ അവരുടെ തെറ്റുകൾ വിമർശിക്കപ്പെടുന്നതിന് എന്താ പ്രയാസമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം തെറ്റ് തിരുത്തണം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാൻ. ഒരുപാട് ചർച്ചയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഇപ്പം കുറച്ചായിട്ട് ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. എന്തായാലും കേരളത്തിലെ ഏറ്റവും മികച്ച പരിപാടികളിലൊന്നായിട്ട് ഇത് മാറിയിട്ടുണ്ട്, ഇനിയും കൂടുതൽ മാറട്ടെ. അപ്പോൾ കേരളത്തിലെ മുൻനിര രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിട്ട് ഉയർന്നു വരട്ടെ. വന്നു കഴിഞ്ഞു, എന്നാലും ഇനിയും ഉയരട്ടെ. ഒരുപാട് ജനങ്ങളോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് പറപ്പിള്ളാരെ.